ഒരാൾ ഒരു കാര്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു, ഫഇന്നമൻ യഅനിഹി അംറുൻ, ഒരു കാര്യം ഒരാൾക്ക് സംസാരിക്കണം, യുംകിനുഹു അൻ യദ്കുറഹു ബികലാമിൻ മുഖ്തസർ, ചുരുങ്ങിയ വാക്കുകൊണ്ട് അത് പറയാൻ അയാൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ വയുംകിനുഹു അൻ യുജസ്സിമഹു വയുഖർരിറഹു വയുകർരിറഹു, അതിനെ പെരുപ്പിച്ച് ആവർത്തിച്ച് പറയാനും കഴിയും. വമഹ്മാ തഅദ്ദാ മഖ്സൂദുഹു ബികലിമത്തിൻ വാഹിദ, അപ്പോൾ ഒറ്റ കലിമത്ത് കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു സാധനം ഫദിക്റു കലിമത്തേനി, രണ്ട് ഫദക്കറ കലിമത്തേനി, അയാൾ രണ്ട് കലിമത്ത് സംസാരിച്ചു. ഫസാനിയത്തു, എന്നാൽ രണ്ടാമത്തെ കലിമത്ത് ഫുളൂലാണ്, ആവശ്യത്തിന്റെ അപ്പുറമാണ്, ആവശ്യത്തിനേക്കാൾ കൂടുതലാണ്. ഐ ഫളുലുൻ അനിൽ ഹാജ വഹുവ ഐലൻ മദ്മൂമുൻ, അതും മോശമായ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ അത് സംസാരിക്കുക, പറയുക. 2 പ്രാവശ്യം പറഞ്ഞാൽ മതിയാകുന്നൊരു കാര്യം അത് 3 വട്ടം പറയാം. ഇങ്ങനെ പറയുന്നത് ഫുളൂലുൽ കലാമാണ്, അതും അനാവശ്യമായ നാവിന് ഒഴിവാക്കേണ്ട സംസാരമാണ്. ഒരാൾ 2 വട്ടം പറഞ്ഞതുകൊണ്ട് അയാൾ കുറ്റം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, തെറ്റൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പറയേണ്ട ഒരു കാര്യം 2 പ്രാവശ്യം പറഞ്ഞാൽ വഇല്ലം യകുൻ ഫീഹി ഇസ്മുൻ വലാ ലററുൻ, അതിൽ കുറ്റമോ പ്രയാസങ്ങളോ ഇല്ലെങ്കിലും അതും ഒഴിവാക്കണം. ഖാല അതാ ഇബ്നു അബി റബാഹ് തങ്ങൾ പറയുന്നു, ഇന്നമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർ കാനു യക്റഹൂന ഫുളൂലൽ കലാം, അവർ ഫുളൂലുൽ കലാമിനെ വെറുക്കുന്നവരായിരുന്നു. ഫുളൂലുൽ കലാം, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വാക്ക് ഫുളൂലുൽ കലാമാണ്, അതായത് ആവശ്യത്തിനേക്കാൾ ഏറെ സംസാരിക്കുക. വഇല്ലം വകാനു യഅദ്ദൂന ഫുളൂലൽ കലാം, ഫുളൂലുൽ കലാമായിട്ട് അവരെണ്ണാറ് മാ അദാ കിതാബില്ലാഹി തആല വസുന്നത്ത് റസൂലില്ലാ, അല്ലാഹുവിന്റെ കിതാബും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും, ഔ അംറൻ ബിമഅറൂഫിൻ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കൽപ്പിക്കുക, ഔ നഹിയൻ അൻ മുൻകരിൻ, അല്ലെങ്കിൽ ഒരു നിഷിദ്ധമായ കാര്യത്തെ വിരോധിക്കുക, ഔ അൻ തന്തക ബിഹാജതിക ഫീ മഈശതിക, അല്ലെങ്കിൽ നിന്റെ മഈശത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നീ സംസാരിക്കുക, ലാ ബുദ്ദ ലക മിൻഹാ, നിനക്ക് അനിവാര്യമായിട്ടുള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫുളൂലുൽ കലാമാണെന്നാണ് അതാ ഇബ്നു അബി റബാഹ് തങ്ങൾ പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, അതാ ഇബ്നു റബാഹ് തങ്ങൾ ചോദിക്കുന്നു, അതുൻകിറൂന, നിങ്ങൾ നിഷേധിക്കുന്നു, അന്ന അലൈക്കും ഹാഫിളീൻ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന കിറാമൻ കാത്തിബീൻ, എഴുതി സൂക്ഷിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന വിവരം നിങ്ങൾ മറന്നുപോവുകയാണോ? അനിൽ യമീനി അനി ശിമാലി കഈദ്, നിങ്ങളുടെ വലഭാഗത്തും ഇടഭാഗത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന മലക്കുകളുള്ളത് കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ലേ? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബുൻ അതീദ് ഇല്ലാതെ ഒരു കാര്യവും ആരും സംസാരിക്കുകയില്ല. റഖീബുൻ അതീദ് രേഖപ്പെടുത്താതെ ഒരു കാര്യവും ഒരാളും സംസാരിക്കുന്നില്ല. അമാ യസ്തഹി അഹദുക്കും ഇദാ നുശിറത്തു സഹീഫത്തുഹു, നിങ്ങൾക്ക് ലജ്ജയുണ്ടാവുകയില്ലേ നിങ്ങളുടെ ഏടുകൾ അത് മറച്ചു വെക്കുമ്പോ, അതിങ്ങോ നിവർത്തുമ്പോ, ആ നിവർത്തുന്ന സമയത്ത് കാന അക്സറു മാ ഫീഹാ ലൈസ മിൻ അംരി ദീനിഹി വലാ ദുനിയ, ദുന്യാവിന്റെ കാര്യവുമല്ല ദീനിന്റെ കാര്യവുമല്ല, ഒരാവശ്യവുമില്ലാത്ത കുറെ അധിക സംസാരങ്ങൾ നിങ്ങളുടെ ഏടുകൾ നിവർത്തുന്ന സമയത്ത് കാണുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ, നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ എന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഫുളൂലുൽ കലാമിനെയും ഉപേക്ഷിക്കണമെന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഫുളൂലുൽ കലാം എന്താണ്? ഫുളൂലുൽ കലാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം സംസാരിക്കാൻ ഒരു വാക്ക് മതിയെങ്കിൽ 2 വാക്ക് സംസാരിക്കുക, രണ്ടാമത്തത് ഫുളൂലുൽ കലാമാണ്. പറഞ്ഞത് തന്നെ പറയാ. നമ്മൾ പറയല്ലോ, നിങ്ങളെന്താ പറഞ്ഞ തന്നെ പറയുന്നത്,
എന്ന് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ തന്നെ പറയാ, ചോദിച്ചത് തന്നെ ചോദിക്കുക. ഇങ്ങനെയുള്ള ഫുളൂലുൽ കലാം. എന്നിട്ട് വഅലം അന്ന ഫുളൂലുൽ കലാമി ലാ യൻഹസിർ, നീ മനസ്സിലാക്കണം, ഫുളൂലുൽ കലാമു ലാ യൻഹസിർ, അത് നമുക്കതിനെ നിജപ്പെടുത്താനോ ക്ലിപ്തപ്പെടുത്താനോ സാധിക്കുകയില്ല, അത്രയും അധികമുണ്ട്. ബലിൽ മുഹിമ്മു മഹ്സൂറുൻ ഫീ കിതാബില്ലാഹി തആല, പിന്നെയോ പ്രധാനമായിട്ട് അള്ളാഹുവിന്റെ കിതാബിൽ അത് ക്ലിപ്തമാക്കി, പ്രധാനമായി അള്ളാഹുവിന്റെ ഖുർആൻ അതിനെ വ്യക്തമാക്കി തരുന്നുണ്ട്. എന്താണ്? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ സംസാരങ്ങൾ അധിക കാര്യങ്ങളിലും നന്മയില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖ, സദഖ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതല്ലാത്ത അവരുടെ അധിക സംസാരങ്ങളിലും ഖൈർ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ നമ്മുടെ സംസാരങ്ങൾ സദഖ കൊണ്ട് കൽപ്പിക്കുന്ന, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹുണ്ടാകുന്ന, മസ്ലഹത്തുണ്ടാകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ലാത്ത നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങളിൽ അധികത്തിലും ഖൈർ ഇല്ലാത്തതാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തൂബാ ലിമൻ അംസകൽ ഫളല മിൻ ലിസാനിഹി വ അൻഫഖൽ ഫളല മിൻ മാലിഹി. തൂബാ ലിമൻ അംസകൽ ഫളല മിൻ ലിസാനിഹി വ അൻഫഖൽ ഫളല മിൻ മാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തൂബ, സന്തോഷം, എല്ലാവിധ സന്തോഷങ്ങളും ആർക്കാണ്? ലിമൻ അംസകൽ ഫളല മിൻ ലിസാനി, നാവിൽ നിന്ന് അവശേഷിക്കുന്നതിനെ പിടിച്ചു വെക്കുക. വഅൻഫഖൽ ഫളല മിൻ മാലി, ധനത്തിൽ നിന്ന് അവശേഷിക്കുന്നതിനെ ചെലവഴിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് സന്തോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണത്? നാവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതും കഴിച്ച് ബാക്കിയുള്ളത് പിടിച്ചു വെക്കുക. ധനത്തിൽ നിന്ന് ആവശ്യമുള്ളതും കഴിച്ച് ചെലവഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ കയ്യില് ധനം ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ചെലവഴിക്കാൻ വേണ്ട, പിടിച്ചു വെക്കല്ല വേണ്ട. നാവോ ആവശ്യത്തിൽ കൂടുതലുള്ള സംസാരത്തെ ചെലവഴിക്കുകയല്ല, പിടിച്ചു വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഹൊസാലിമ ചോദിക്കുക, ഫൻദുർ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, കൈഫ എങ്ങനെയാണ് ഖലബൻ നാസ്, ജനങ്ങൾ മറച്ചിട്ടത്, അൽ-അംറ, ഈ കാര്യത്തിലുള്ള കാര്യം, ഈ വിഷയത്തിൽ ജനങ്ങൾ നേരെ തിരിച്ചിട്ട് നോക്കൂ. ഫംസകു ഫളലൽ മാൽ, അവശേഷിക്കുന്ന ധനത്തിനെ അവര് പിടിച്ചു വെച്ചു. വഅത്ലകു ഫളലൽ ലിസാൻ, അവന്റെ സംസാരങ്ങളിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതലുള്ളതിനെ അവൻ ചെലവഴിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞത് നമ്മൾ മറിച്ചിട്ടു. എന്നിട്ട് മുത്തദ്ദിഫ് ഇബ്നു അബ്ദുല്ലാഹി അൻ-നബീഹി മഹാനവറുകൾ പറയുന്നു, ഖാല ഖദിംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തദ്ദിഫ് തങ്ങള് റസൂലുള്ളാഹി തങ്ങളെടുത്ത് ചെന്നു. ഫി റഹത്തിൻ മിൻ ബനി ആമിർ, ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘത്തിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അടുക്കലേക്ക് ഇദ്ദേഹം ചെന്നു. ഫഖാലു, അങ്ങനെ ആ ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അന്ത വാലിദുന വ അന്ത സയ്യിദുന, നിങ്ങൾ നമ്മുടെ വാപ്പയാണ്, അങ്ങ് ഞങ്ങളുടെ നേതാവാണ്. വ അന്ത അഫ്ളലുന, അങ്ങ് ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാനായിട്ടുള്ള ആളാണ്. വ അന്ത അത്വലുന, അങ്ങ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ധാരാളം മദ്ഹ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരിങ്ങനെ കുറേ കാര്യങ്ങൾ നബിയോട് പറഞ്ഞു. നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട്, നബിയെ വിശേഷിപ്പിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഖൂലു ഖൗലക്കും വലാ യസ്തഹവിയന്നകുമുശ് ശൈത്താൻ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ നിങ്ങളെ ശൈത്താൻ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളെ ആകർഷിപ്പിക്കാൻ പാടില്ല. എങ്ങനെ? ഒരാള് നമ്മള് ഇങ്ങനെ പറയുമ്പോ ആ പറഞ്ഞതിനെ നമ്മുടെ മനസ്സ് ശൈത്താൻ കീഴടക്കി കളയാൻ പാടില്ല. എന്താണ് കാരണം? ഇശാറത്തൻ ഇലാ അന്ന ലിസാന ഇദാ അത്നബ ബിസ്സനാഇ വലൗ ബിസ്സുദ്ഖി. നാവ് ധാരാളമായി മദ്ഹ് ചെയ്യുമ്പോൾ അത് സത്യമായ കാര്യമാണെങ്കിൽ തന്നെ ഫയുഖ്ശാ അൻ യസ്തഹ്വിഹു ശൈത്താനു ഇല സിയാദത്തിൽ മുസ്തഗ്ന അൻഹാ. ആവശ്യമില്ലാത്ത കൂടുതലായ അനാവശ്യമായ മദ്ഹിലേക്ക് ശൈത്താൻ ചെന്നെത്തിക്കുന്നത് ഭയപ്പെടേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നബിതങ്ങളെ ഇങ്ങനെ മദ്ഹ് ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ, പറയുന്ന സമയത്ത് നാവ് നിയന്ത്രണം വിടുന്നത് സൂക്ഷിക്കണം. നാവ് നിയന്ത്രണം വിടുന്നത് സൂക്ഷിക്കണം. നമ്മള് ആളുകളുടെ മദ്ഹ് പറയുമ്പോ ഉള്ളത് പറയാ, പറഞ്ഞ് ഏറി പറയാ, ഇല്ലാത്തതും പറയാ. അതിലേക്ക് പോകാൻ പാടില്ല. നാവിനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താണ്? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം മഹാനായ ബൂസൈരി ഇമാം പറയുന്നത് കാണാം, വൻസുബി ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബി ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ യളമി. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എല്ലാ മഹത്വങ്ങളും എല്ലാ നന്മകളും നബിയിലേക്ക് നിങ്ങൾ ചേർത്തി പറഞ്ഞോളൂ. എന്തു പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര മഹത്വം അവിടത്തേക്ക് ചേർത്തി പറഞ്ഞാലും ആ മഹത്വമെല്ലാം നബിതങ്ങൾക്കുള്ള മഹത്വം തന്നെയാണ്. പക്ഷേ പറഞ്ഞ് നിങ്ങളുടെ നാവിനെ ശൈത്താൻ കീഴ്പ്പെടുത്തി കളയാൻ പാടില്ല. എന്നിട്ട് ബൂസൈരി പറഞ്ഞു, ദഅമദ്ദഅതുഹുൻ നസാറാ ഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി. നസാറാക്കൾ അവരുടെ നബിയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കണം. നസാറാക്കൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മദ്ഹ് ചെയ്ത് അവസാനം നാവ് എവിടെ എത്തി? ഈസാ നബി ഒരു ഇലാഹാണ്, ദൈവമാണ് എന്നതിലേക്ക് കടന്നുപോയി. അത് പാടില്ല. നമ്മൾ മദ്ഹ് ചെയ്യുമ്പോഴും പറയുമ്പോഴും അത് അതിർത്തി പരിധി ലംഘിക്കാൻ പാടില്ല, പരിധി വിട്ടുപോകാൻ പാടില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളെ വന്നിട്ട് ഇങ്ങനെ പുകഴ്ത്തിയപ്പോ, നിങ്ങൾ പുകഴ്ത്തുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരി തന്നെ, പക്ഷേ പറഞ്ഞ് പരിധി വിട്ടുപോകാൻ പാടില്ല എന്ന് നിങ്ങളുടെ നാവ് ശൈത്താൻ നിങ്ങളുടെ നാവിനെ കീഴ്പ്പെടുത്തി കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുകയാണെങ്കിൽ, റസൂലുള്ളാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും അത് അധികാവില്ല. അതേ സ്ഥാനത്ത് നബിതങ്ങളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ദൈവീകത്വം കൽപ്പിച്ചതുപോലെ അങ്ങനെ കൽപ്പിക്കുമ്പോഴേക്ക് അത് അധികമായി പോകും, അത് പാടില്ലാത്തതായി പോകും, അത് കുറ്റമാകും, അത് കുഫറായി പോകും. അപ്പം നിങ്ങളുടെ നാവിനെ, എന്നാൽ സാധാരണക്കാരുടെ ഇടയിലോ നമ്മൾ മദ്ഹ് ചെയ്യുമോ ആ മദ്ഹും നമ്മൾ സൂക്ഷിച്ചേ മദ്ഹ് ചെയ്യാവൂ. ഇപ്പോ ചിലപ്പോ ആളുകള് ഈ സ്വാഗതം പറയുമ്പോഴൊക്കെ ഇങ്ങനെ ആളുകളെ മദ്ഹ് പറയും. ഒന്ന് മുന്നോട്ടിരുന്നാണ്, കുറച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ വാഹത്ത ചൂടി മുന്നോട്ട് പോയി. പിന്നെ സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മളങ്ങ് പറയല്ലേ, നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. സംഗതി ആ സ്റ്റേജിൽ നമുക്കൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് മൂപ്പരൊന്ന് തൃപ്തിപ്പെടുത്താം, അല്ലെങ്കിൽ സദസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്താണെങ്കിലും പറയുന്ന കാര്യം ഉള്ളതാകണ്ടേ, പറയുന്ന കാര്യം സത്യമാകണ്ടേ.
നമ്മളെ നാവ് സൂക്ഷിക്കണം. നമ്മെ മനസ്സിലായില്ലേ, എന്താണ് നമ്മുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവര്. എന്ത് ഇളയ ക്ഷണം! അയാളെ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ എത്ര വട്ടാണ് പോയത്, എത്ര വട്ടാണ് ഫോൺ ചെയ്തത്, എത്ര വട്ടാണ് അതിനു വേണ്ടി നമ്മൾ വേറെ പല ആളുകളെയും സമീപിച്ചത്. എന്നിട്ട് കിട്ടിയതാ. എന്നിട്ട് പറയാണ് ഇളയ ക്ഷണം സ്വീകരിച്ച്. എളിയതാ, ഇളയല്ല, എളിയ ക്ഷണം സ്വീകരിച്ച്. അങ്ങനെ എളിയ ക്ഷണിച്ച് അല്ലേ. പിന്നെ അപ്പോ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ട, വളരെ പ്രയാസപ്പെട്ടെത്തിപ്പെട്ടു. അത്ര പ്രയാസപ്പെട്ടിട്ടൊന്നല്ല മൂപ്പരെത്തിയത്. മൂപ്പർക്ക് എത്താന് നമ്മള് പിന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ഉണ്ടാവുകയും ചെയ്യും, ചിലപ്പോ അങ്ങനെ ഇതുള്ള സത്യം ഉണ്ടാവും. ഒറ്റ വിളിക്ക് അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ടു മൂപ്പര് ഒരുപാട് തിരക്കുകൾ നീക്കി വെച്ച് വന്നിട്ടുള്ളതും ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ എല്ലാവർക്കും അങ്ങ് പറയും. പിന്നെയോ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരു തിരക്കുമില്ല, ഇപ്പൊ ഈ ആഴ്ചയിൽ ആദ്യൊരു പരിപാടിയാ, എന്നാലും പറയും നമ്മളെന്ത്, ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ നമുക്കെന്നെ അറിയാം അങ്ങനെ തിരക്കൊന്നുമില്ലാന്ന്, എന്നാലും നമ്മൾ മൂപ്പരൊന്ന് തൃപ്തിപ്പെടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ കേൾക്കുന്ന ആൾക്കാർ രണ്ടു തരത്തിലുണ്ട്. ഈ കേൾക്കുന്ന വരുന്ന ആള് ഇതിനോട് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കോൾമേൽ കൊള്ളുന്ന ആൾക്കാരും ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇനിയിപ്പോ സ്റ്റേജിൽ വന്ന് എണീറ്റിട്ട് ഇയാള് പറഞ്ഞൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു സദസ്സിനെ വൃത്തിയേടാക്കണ്ട വെച്ചിട്ട്. വേറെ ചില ആൾക്കാര് ഇനിയും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മള് ഈ പറയുമ്പോ നമ്മുടെ വാക്കുകൊണ്ട് പറയുമ്പോൾ ഉള്ളത് മാത്രം പറയാ, ഇല്ലാത്തത് പറയേണ്ടതില്ല. അങ്ങനെ ഒരു സ്വഭാവം എല്ലാ ആൾക്കാരും അങ്ങനെ. സ്വാഗതം പറയുമ്പോൾ 4 ആളുണ്ട്. ആദ്യത്തെ ആളെ കുറിച്ച് വല്ലാതെ പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ വല്ലാതെ പറയേണ്ടി വന്നത്. കാരണം അയാളെ പറ്റി പറഞ്ഞുപോയി, ഇനിയിപ്പോ 3 ആളെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവർക്ക് നമ്മൾ പറയാൻ ഒന്നും നമ്മൾ കാണുന്നില്ല, ഒരു മധുവും കാണുന്നില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും വെച്ച് നമ്മളങ്ങ് അവിടെ ഫിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഒരു പരിധി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം, ഉള്ളത് പറയാ. ആ പറയുന്നത് കൊണ്ട് കാര്യമുണ്ടാകുന്നത് പറയാം. അപ്പൊ ചിലത് പറയേണ്ടി വരും. സദസ്സിന് ഇദ്ദേഹത്തെ പറ്റി അറിയില്ല, അപ്പൊ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സ് കേൾക്കണമെങ്കിൽ അനുസരിക്കണമെങ്കിൽ ഇദ്ദേഹം ആരാണെന്ന് ചിലപ്പോ പരിചയപ്പെടുത്തി വേണ്ടി വരും. അപ്പൊ അത് അത്ര പരിചയപ്പെടുത്ത ആവശ്യമുണ്ടാവും. ഇതൊന്നും എല്ലാം അനാവശ്യമാവില്ല, ചിലപ്പോ ആവശ്യം ഉണ്ടാകും. അപ്പം വേണ്ടത് മാതിരി ഉള്ളതുപോലെ ചെയ്യുക എന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു പ്രസംഗിക്കുമ്പോ പല പരിപാടികളിലും വളരെ അധികവും അത് രാഷ്ട്രീയ പരിപാടികളിലാണ് ഈ അലോസരം ഉണ്ടാകുക. ഈ കാര്യപരിപാടിന്റെ നോട്ടീസ് എടുത്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയാണ് ഇയാൾ. എല്ലാ പ്രഭാഷകരും കാര്യപരിപാടിന്റെ മുഴുവൻ ആളുകളുടെ പേരും വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇന്നാള്, ബഹുമാനപ്പെട്ട ഇന്നാള്, ബഹുമാനപ്പെട്ട ഒരു 10-22 ആളുകളെ പേരുണ്ട്. ഇത് മുഴുവൻ വായിക്കുകയാണ് ഈ പ്രഭാഷകൻ. ഇത്രയും സമയം സദസ്സിൻ്റെതല്ലേ നഷ്ടപ്പെടുന്നത്? ഈ ഇത്രയും ആളുകൾ സ്റ്റേജിൽ ഉള്ളത് എല്ലാവരും കാണുന്നില്ലേ? പിന്നെ ഇവരെല്ലാവരും പറയേണ്ടതുണ്ടോ? പിന്നെ പ്രധാനപ്പെട്ട 1-2 ആളുകൾ ഉണ്ടെങ്കിൽ അവരത് വേണമെങ്കിൽ പറയാതിരിക്കാം. പ്രധാനപ്പെട്ട 1-2 അത് ഒരു അദബിന് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യാം. ഇത് വളരെയേറെ നമ്മൾ ചിലപ്പം വളരെ ഒരു അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു പരിപാടി ഉണ്ടാവും. അരമണിക്കൂർ കൊണ്ട് തീരേണ്ട പരിപാടിയിൽ ചിലപ്പം 4, 5, 6, 7 ആള് സംസാരിക്കാനുണ്ടാവും. എല്ലാവരോടും 2 വാക്ക് സംസാരിക്കാനാ പറയാം. എല്ലാവരും എണീറ്റ് നിന്നിട്ട് ഈ കാര്യപരിപാടിന്റെ നോട്ടീസിലുള്ള അവല് മുതൽ ആഖിർ വരെയുള്ള പേര് വായിക്കാൻ. പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞപ്പോ പിന്നെ ആ നോട്ടീസിങ് എടുത്തു കളഞ്ഞു. ഇത് വന്ന്, കാരണം ഇനി ഇത് വായിച്ചിട്ടുള്ള സമയം പോണ്ടെന്ന് കരുതിയിട്ട്
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു രീതി. ആ രീതികൾ നമ്മള് പിന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ മാനവ സഞ്ചാരം എന്ന് പറഞ്ഞ് SYSന്റെ നേതൃത്വത്തില് യാത്ര നടത്തിയപ്പം നമ്മളത് എല്ലാ ആളുകളോടും പറയുക തന്നെ ചെയ്തു. ഈ ആളുകളെ പേര് വായിക്കണ്ട, വിഷയങ്ങൾ പറഞ്ഞാൽ മതി എന്ന് എല്ലാവർക്കും നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തു. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ആരും വായിക്കാത്തതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ നമ്മളൊരു സംസ്കാരം നമ്മള് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായ വാക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ നാവിൽ നിന്ന് ആവശ്യത്തിനപ്പുറമുള്ളത് പിടിച്ചു വെക്കുകയും ധനത്തിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതലുള്ളത് ചെലവാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുകയാണ് മഹാനായ ഗസാലിമ പറയാ, ഖാല മുജാഹിദുൻ, മഹാനായ ഇമാം മുജാഹിദ് തങ്ങൾ പറഞ്ഞു, ഇന്നൽ കലാമ ലയുക്തബ്, നമ്മുടെ സംസാരങ്ങളെല്ലാം എഴുതപ്പെടും. ഹത്താ ഇന്നർ റജുല ലയുസക്കിത് ഇബ്നഹു, ഒരാൾ തന്റെ മകന്റെ കരച്ചിലടക്കും. മകനിങ്ങനെ കരയുമ്പോ കരച്ചിലടക്കാൻ വേണ്ടിയിട്ട് ഫയഖൂലു പറയും, അബ്താഉലക കദാ വ കദാ, എനിക്ക് ഞാൻ അത് വാങ്ങിത്തരൂ, ഇത് വാങ്ങിത്തരൂ. അപ്പൊ അവൻ കരച്ചിലടങ്ങും. എന്നിട്ട് അവൻ വാങ്ങിക്കൊടുക്കൂല. ഫയുക്തബു കദ്ദാബൻ, അവനെ മലക്കുകൾ കദ്ദാബ്, മഹാകള്ളം പറയുന്നവനെന്ന് എഴുതി വെക്കും രേഖയിൽ. ആഖിറത്തിലെത്തിയാൽ ഇവൻ കദ്ദാബ് എന്ന് പറഞ്ഞാൽ വലിയ കള്ളം പറയുന്നവനെന്നാണ്. കാദിബ് എന്ന് പറഞ്ഞാൽ സാധാരണ കളവ് ഇടക്കൊക്കെ ഓരോന്നോ രണ്ടും പറയുന്നത്. കദ്ദാബ് എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളം പറയുന്നവനാണ്. ഇവനെ പെരുങ്കള്ളം പറയുന്നവന്റെ പട്ടികയിൽ എഴുതി വെക്കപ്പെടും. ഇവനറിയില്ലത്. ഇവന്താ മോനോടും മോളോടും എന്ത് ചെയ്യാണ്, അത് വാങ്ങിത്തരാം, നമുക്ക് അവിടെ പോവാ, നമുക്ക് മൂന്നാറിൽ പോവാ, മൈസൂരിൽ പോവാ എന്നാണ് പറയും. അപ്പൊ കരച്ചിലടങ്ങും. പോവോ? പോവില്ല. അത് വാങ്ങിത്തരാ, ഇത് വാങ്ങിത്തരാന്നറിയും. വാങ്ങിക്കൊടുക്കോ? വാങ്ങിക്കൊടുക്കൂല. ഇതിങ്ങനെ അവനെ ഓനൊരു 10, 15, 16 വയസ്സാവുമ്പോഴേക്ക് 10,000കണക്കിന് കളവ് ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നൊരു കുട്ടി ലാശ്വരി, നിങ്ങൾ പറഞ്ഞ ഒന്നും ചെയ്യൂലോ, നിങ്ങളോടും കള്ളത്തരല്ലേ പറയാ എന്നീ കുട്ടി ഇവൻ കുട്ടിയും എഴുതി വെക്കും, അള്ളാന്റെ അടുക്കലും മലക്കുകളും എഴുതി വെക്കും. നമ്മളത് വളരെ സിമ്പിൾ ആയി കാണുന്നൊരു സംഗതിയാണ്. ഒരിക്കലും തന്നെ നമ്മുടെ മക്കളോട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ പറയരുത്. ബസ് വേണമെന്ന ആ ചെറിയ ബസ്സായിരിക്കും. അതല്ലേ ഇപ്പൊ പറയുന്നത്. കാല മുജാഹിദിൻ ഇന്നൽ കലാമല യുക്തബു, നമ്മുടെ സംസാരങ്ങൾ മുഴുവൻ എഴുതപ്പെടും. ഹത്താ ഇന്നർ റജുല ലയുസക്കിതു ബിനഹു, തന്റെ മകന്റെ കരച്ചിലടക്കും. എന്നിട്ട് പറയും ഫയഖൂലു അബ്താഉലക കദാ വ കദാ, നിനക്ക് ഞാൻ അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം എന്ന് പറയും. ഫയുക്തബു കദാബൻ, അവനെ മഹാപെരും കള്ളം പറയുന്നവനായി അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെടും. ഇത് കുട്ടികളെ വേറൊരു പ്രശ്നം ഇതിനുണ്ട്. കളവ് പറയുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു അവസ്ഥ കുട്ടികളിൽ തിരിയാതെ എന്ത് ചെയ്യും, ജനിക്കും. കുട്ടികൾക്ക് ആ ഒരു സ്വഭാവം വരും. കളവ് പറയുന്നതിന് കുഴപ്പമില്ല. അതാണല്ലോ കുട്ടികൾ ധാരാളം കളവ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ധാരാളം കളവ് പറയുന്നത്? കുട്ടികൾ ധാരാളം കളവ് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് വളരെ രസകരമായി അവരെ കളവ് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു. വാക്കുകൾ ലംഘിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചു. വാക്ക് ലംഘിച്ച് പഠിപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞാൽ ഒരു വാക്ക് കൊടുത്താലേ ചെയ്യേണ്ടതില്ല നമ്മൾ പഠിപ്പിച്ച് വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചതാ. എന്താ, കുട്ടികൾക്ക് ഒരു കാര്യം വാങ്ങിക്കൊടുക്കുന്ന പറയും വാങ്ങിക്കൊടുക്കൂല, ഇന്നത് ചെയ്യുന്ന പറയും ചെയ്യൂല, ഇന്ന സ്ഥലത്ത് പോകുന്ന പറയും പോകൂല. പോകുമെന്ന് പോകൂല എന്ന് കരുതിയിട്ട് തന്നെയാ പറയുന്നത്. നേരത്തെ തന്നെ നമ്മളെ മനസ്സിലുണ്ട് പോകൂല എന്ന്, എന്നിട്ട് പറയും. അങ്ങനെ ആകരുത്. നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യണം. പറഞ്ഞിട്ടില്ലേ എന്താണ്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ പിന്നെ ചെയ്യേണ്ടതില്ലല്ലോ. പിന്നെ കുട്ടികൾ 1, 2 പ്രാവശ്യം അങ്ങനെയൊക്കെ പറയുള്ളൂ. കുട്ടികൾ എപ്പോഴും എന്താണ്, കുട്ടികള് പിന്നെ നമ്മൾ എന്താണോ
അവരുടെ വാശിക്ക് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ വീണ്ടും ആ വാശി അവരിൽ ഇങ്ങനെ വളർന്നു വരും. അവര് മുന്നിലിട്ട് വെക്കുന്ന ഒരു വാശിയെ നമ്മൾ ആദ്യം തന്നെ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വാശി അവര് കൊണ്ടെടുക്കൂല. അതൊരു മനഃശാസ്ത്രമാണ്. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ചെറിയ മക്കള് ഭയങ്കരമായിട്ട് ആ വാശി പിടിക്കുമ്പോൾ നമ്മൾ ഇല്ല അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചോദിക്കില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ചെറിയ ഒരു ഇളവ് ചെയ്തു കൊടുത്താൽ പിന്നെ ആ ഇളവിനെ അവരിങ്ങനെ വലുതാക്കി കൊണ്ടുവരും. അപ്പോഴാണ് നമുക്ക് കളവ് പറയേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഇത് പ്രശ്നമാണ് എന്നിട്ട് പറയാ. നോക്കൂ, വഖാലൽ ഹസൻ, മഹാനായ ഗസാലി ഇമാമിന്റെ കിതാബാണല്ലോ ഓതുന്ന, കിതാബിൽ ഇങ്ങനെയുള്ളത് ഇങ്ങനെ വായിച്ചു പോവാ. യബ്ന ആദം, മഹാനായ ഹസൻ തങ്ങൾ പറഞ്ഞു, യബ്ന ആദം, മനുഷ്യ, ബസത്തു ലക സഹീഫതൻ, നിനക്ക് വേണ്ടി ഒരു വലിയ ഏട് നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വമുക്കില ബിഹാ മലക്കാനി കരീമാനി, മാന്യന്മാരായ 2 മലക്കുകളെ ആ സഹീഫത്ത്, ആ ഏട് കൊണ്ട് ഏൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യക്തുബാനി അമാലക്, നിന്റെ അമലുകളെല്ലാം അവര് രേഖപ്പെടുത്തുന്നുണ്ട്. അവരിങ്ങനെ രാപ്പകല്, അവർക്ക് ഉറക്കില്ല, ഊണില്ല, വിശ്രമമില്ല. അവർ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കയറ്റാണ് കമ്പ്യൂട്ടറിലേക്ക്. എല്ലാ മിനിറ്റുകളിലും സെക്കൻഡുകളിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ട് അവര് നമ്മുടെ ഏടിലേക്ക് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഫഅമൽ മാ ശിഅത, നീ ചെയ്യുന്നത് ചെയ്യുക. വാക്സിറ വാക്കില്ല, കൂടുതൽ ചെയ്യണോ അത് കുറച്ചു ചെയ്യണോ എന്നത് നീ തീരുമാനിക്കുക. നിന്റെ ഏടിനെങ്ങനെ കുത്തി നടക്കണോ വേണ്ടാത്തത് കൊണ്ട് എന്നത് നീ തീരുമാനിക്കുക എന്ന് മഹാനവറുകൾ പറയുന്നു. ഇത് എന്നിട്ട് ഹസൻ തങ്ങൾ വീണ്ടും പറയാണ്, മൻ കസുറ കലാമുഹു കസറ കസിബുഹു, സംസാരം ഒരാളുടേത് അധികരിക്കുകയാണെങ്കിൽ കളവും കൂടുതൽ ഉണ്ടാവും. സംസാരം കൂടുന്നതിനനുസരിച്ച് കളവ് കൂടും. സംസാരം വർദ്ധിച്ചാൽ അവന് കളവ് കൂടും. വമൻ കസുറ മാലുഹു, ഒരാൾക്ക് ധനം അധികരിച്ചാൽ കസറത്തു ദുനൂബുഹു, പാപങ്ങൾ അധികരിക്കും. ധനം അധികരിക്കുന്നതിനനുസരിച്ച് പാപങ്ങൾ അധികരിക്കും. അതല്ലേ സാധാരണ കാണുന്നത്. കാശ് കൂടുന്നതിനനുസരിച്ച് മുത്തഖീങ്ങൾ ഉണ്ടാവും, സ്വാലിഹീങ്ങൾ ഉണ്ടാവും. അവര് കുറച്ചാൾക്കാരുണ്ടാവും കാശ് കൂടിയാലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അത് വേണ്ടതുപോലെ ചെലവഴിക്കുന്ന. സാധാരണ കാശ് കൂടുന്നതിനനുസരിച്ച് ദോഷം കൂടുക ചെയ്യാം. കാരണം കാശ് കൂടുന്നതിനനുസരിച്ച് ആശ കൂടും. ആശ കൂടുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. വമൻ കസറ മാലുഹു കസറത്തു ദുനൂബുഹു, മാല് അധികരിക്കുന്നു അവന്റെ പാപങ്ങൾ അധികരിക്കും. മാലധികരിക്കുന്നതിനനുസരിച്ച് പാപങ്ങൾ അധികരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ എല്ലാ പരിപാടികളിലും, നമ്മുടെ കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കാശ് അല്ലാഹു തആല കുറച്ച് നമ്മുടെ കൈകളിലേക്ക് തന്നപ്പോൾ നമ്മള് ദോഷങ്ങൾ വർദ്ധിച്ചു, പാപങ്ങൾ നമ്മൾ കൂട്ടി. ഇങ്ങനെ എല്ലാ സംഗതികളും ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യവും വരികയാണ്. വമൻ സാഅ ഖുലുഖുഹു, ഒരാളുടെ സ്വഭാവം നന്നായാൽ അദബ നഫ്സ, അവന്റെ ശരീരത്തെ അവൻ അദാബിലാക്കുകയും ചെയ്തു എന്ന് മഹാനായ ഹസൻ തങ്ങൾ പറഞ്ഞു. വഖാല അംറു ബിൻ ദീനാരിൻ, അംറു ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, തകല്ലമ റജുലുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സർ, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ കൂടുതൽ സംസാരിച്ചു. അപ്പോ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, കം ദൂന ലിസാലിക മിൻ ഹിജാബിൻ, നീ ഭയങ്കര സംസാരാണല്ലോ, നിന്റെ നാവിന്റെ ഇപ്പുറത്ത് എത്ര മറ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു ഇദ്ദേഹത്തോട്.
നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ. ഇയാൾ കൂടുതൽ സംസാരിച്ചപ്പോൾ ചോദിച്ചു, കം ദൂന ലിസാനിക മിൻ ഹിജാബ്, നിന്റെ നാവിന്റെ പിറകിൽ എത്ര മറ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഫഖാല, അയാൾ പറഞ്ഞു, ശഫത്തായ വ അസ്നാനി, എന്റെ നാവിന്റെ ഇപ്പുറത്ത് എന്റെ 2 ചുണ്ടും എന്റെ പല്ലുകളുമുണ്ട്. അതിന്റെ അപ്പുറത്താണ് നാവിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അഫമാ കാന ലക മാ യർദു കലാമക്, എന്നിട്ട് ഇത് രണ്ടും ഉണ്ടായിട്ടൊന്നും നിന്റെ സംസാരം എന്താണ്, നിനക്ക് തടുക്കാൻ കഴിയുന്നില്ലേ? നിന്റെ നാവ് ഇങ്ങനെ പുറത്തല്ലല്ലോ ഉള്ളത്, ഉള്ളിലല്ലേ ഉള്ളത്, ഇത്രയും ഉള്ളിലല്ലേ അള്ളാഹു സംവിധാനിച്ച്, എന്നിട്ട് എന്തുകൊണ്ട് നിനക്കൊന്ന് സംസാരം ഒന്ന് കുറച്ചുകൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മൾ സംസാരം അധികമാവുക എന്നത്, പിന്നെ ചില ആളുകളുണ്ടാവും, ഞാൻ അദ്ദേഹത്തെ ആശംസക്ക് ക്ഷണിച്ചതാണ്, ഞാൻ പിന്നെ ഇവിടെ വേണ്ട വിഷയങ്ങളെല്ലാം കഴിഞ്ഞ പ്രാസംഗികന്മാർ പറഞ്ഞതുകൊണ്ടും ഇനി ഒരുപാട് പ്രസംഗകന്മാർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നിട്ട് അയാൾ 1 മണിക്കൂർ പറയും, എന്നിട്ട് അയാൾ നീട്ടി പറയും, ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റിയ സമയമല്ല എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് അത് തുടങ്ങുക. എന്നിട്ട് ധാരാളം അനാവശ്യങ്ങൾ കൂടുതൽ ആളുകളെ സദസ്സിനെ വെറുപ്പിക്കും, എന്നിട്ട് കൂടുതൽ സംസാരിക്കും. അങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ എവിടെയും നമ്മൾ സംസാരിക്കുന്ന ഏത് വേദികളാണെങ്കിലും ഏത് സദസ്സുകളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ നാം സംസാരത്തെ അധികരിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ടോ വഖാല ബഅദുൽ ഹുകമാ, മഹാനായ ഗസാലി തങ്ങൾ വീണ്ടും പറയുകയാണ്, ചില ആത്മജ്ഞാനികൾ പറഞ്ഞു, ഇദാ കാന റജുലു ഫീ മജ്ലിസിൻ, ഒരാൾ ഒരു സദസ്സിലാണുള്ളത്, ഫഅജബഹുൽ ഹദീസു, സംസാരിക്കാൻ അയാളെ വല്ലാതെ സംസാരിക്കണമെന്ന ആഗ്രഹം അയാളിൽ വല്ലാതെ വന്നാൽ, സംസാരം എന്നത് അയാളെ വല്ലാതെ കൗതുകപ്പെടുത്തി, എന്നാൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ സംസ്കരിക്കാനെന്ന് വിളങ്ങനല്ലോ, നമുക്ക് സംസാരിക്കാൻ വല്ലാതെ മുട്ടുക, സംസാരിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ ഫല്യസ്കുത്, അവിടെ വേണ്ടത് നാം മൗനം പാലിക്കുകയാണ് വേണ്ടത്. വൈദൻ കാന സാകിതൻ ഫഅജബഹു സുകൂതു, അവൻ സംസാരിക്കുന്നൊന്നുമില്ല, മൗനിയാണ്, എന്നിട്ടോ മൗനത്തിൽ ഇരിക്കാനാണ് അവനോട് അവന്റെ മനസ്സ് പറയുന്നതെങ്കിൽ ഫല്യതകല്ലം, സംസാരിക്കണം. എന്താ പറഞ്ഞത്? ഒരു സദസ്സിൽ ചിലപ്പോ ഉണ്ടാവും, ഒന്നും കൂടി കുറച്ചുകൂടി മുന്നോട്ടിരുന്നാല് വശം കൂടി ഇതാ ഈ ലൈനിലേക്ക് വന്നോ. അതുകൊണ്ട് റഷീദ് പേടിക്കണമെന്നില്ല, അന്നെ ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞേ. പിന്നെ അപ്പോ നോക്കൂ, അതായത് ചില സ്ഥലത്തുണ്ടാവും, നമ്മളൊരു വേദി ഒരു എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഇരുന്ന സദസ്സാണ്. ആ സദസ്സിൽ സംസാരിക്കണമെന്നുള്ള വല്ലാതെ ഒരു ആഗ്രഹമാണ്, സംസാരിക്കണം, നാവ് ഇങ്ങനെ സംസാരിക്കാൻ മുട്ടുകയാണെങ്കിൽ അവിടെ സംസാരമായിരിക്കില്ല നല്ലത്. നീ ഒന്നും പറയണ്ടെന്നാ നിന്നോട് പറയുന്നതെങ്കിൽ അവിടെ സംസാരിക്കലായിരിക്കും നല്ലത്. ചില ആളുകളുണ്ടാവും, ഞാനൊന്നും പറയുന്നത്, കാരണം വളരെ മോശപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഇവർ പറയുന്നത്, അത് ശരിയല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ നമ്മളോട് പറയും, ഒന്നും മിണ്ടണ്ട, നീ ആ വിഷയത്തിൽ കൂടണ്ട, കാരണം നീ ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ അതിൽ കൂടണ്ട. മനസ്സിലായില്ല. ചില സ്ഥലത്തുണ്ടാവും, ചിലപ്പോ നമ്മള് ഇപ്പൊ അധികവും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പില് എന്തെങ്കിലും ഒരു മോശമായ ഒരു പ്രയോഗം ആരെങ്കിലും പ്രയോഗിച്ചു, ആ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയേണ്ട സ്ഥലമാണത്. ആരും മിണ്ടൂല, ഒരു മനുഷ്യൻ പോലും ആ പറഞ്ഞത് ശരിയല്ലടോ എന്ന് പറയൂല. അങ്ങനത്തെ സ്ഥലം ഉണ്ടാവും, അനങ്ങാതെ നിന്ന് അങ്ങനെ തന്നെ പോകണ്ട. അതേ സ്ഥാനത്ത് ഒരു ദീനിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഒരു സംരംഭം, ഒരു എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മയെ കുറിച്ച്, അല്ലെങ്കിൽ ദീനിന്റെ ഒരു കാര്യത്തിൽ എന്ത് ചെയ്തു,
ഒരു എതിരഭിപ്രായം, ഒരു ദീനിനെ ബാധിക്കുന്ന ഒരു വിഷയം ഒരുത്തം പറയുന്നത്, ആടെ അത് ശരിയല്ല എന്ന്, ദീനിന്റെ കാര്യമല്ല അത് ശരിയല്ല എന്ന് ആരും പറയൂല. എന്തൊക്കെയോ താല്പര്യത്തിന്റെ പേരിൽ ഉണ്ടാതിരിക്കുക, പറഞ്ഞ ആളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ പറഞ്ഞ ആളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ആ പറഞ്ഞതായിട്ടുണ്ടാവും, അതിന് പേരിൽ ആരും മിണ്ടൂല. അതേ സ്ഥാനത്ത് നമ്മളെ ഭൗതികമായ എന്തെങ്കിലും ആക്ഷേപങ്ങളും മറ്റൊക്കെ ആണെങ്കിൽ പറഞ്ഞത് ശരിയാണ്, അവിടെ അവിടെ നമ്മൾ പറയണമെന്നാ മനസ്സിൽ വരിക, അവിടെ ഉണ്ടാക്കാറുണ്ട്. അവിടെ പറഞ്ഞു ഓം പറഞ്ഞതിന് എതിര് പറയണമെന്നാ വരുന്നെങ്കിൽ അവിടെ ഏതാ നല്ലത്? പറയണം എന്ന ഒരു മനസ്സാണ് വരുന്നതെങ്കിൽ അവിടെ പറയാതിരിക്കലായിരിക്കും നല്ലത്. കാരണം എപ്പോഴും നമ്മളെ മനസ്സ് ശൈത്താന് എന്താണോ ഹൈർ അതിനെതിരാണ് നമ്മളോട് പറയാ. അതാണ് ഇപ്പൊ അതിന്റെ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതല്ല, ഇത് അധിക സ്ഥലത്തും അങ്ങനെയാണ് ഉണ്ടാവുക. ചിലപ്പോ അത് പറഞ്ഞ മനസ്സിലായില്ലേ? അത് വ്യക്തമല്ലേ സംഭവം? പിന്നെ അതാണ്. അപ്പൊ നമ്മൾ പല സ്ഥലത്തും ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും, മിണ്ടാതിരിക്കണം. ചില സ്ഥലത്ത് പറയേണ്ടതായിരിക്കും, പക്ഷെ പറയരുത് എന്ന് നമ്മളോട് പറയുന്നത് വേറെ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരായിരിക്കും. അപ്പൊ അത് പറയേണ്ടതാണെങ്കിൽ നമ്മൾ പറയുക തന്നെ വേണം. നോക്കൂ, പിന്നെ വഖാല യസീദ് ഇബ്നു അബി ഹബീബ് മിൻ ഫിത്നത്തിൽ ആലിമി, മിൻ ഫിത്നത്തിൽ ആലിം, ഒരു അറിവുള്ളവന്റെ ഫിത്നയിൽപ്പെട്ടതാണ് അൻ യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുന്നതിനേക്കാൾ സംസാരിക്കണമെന്ന താല്പര്യം ഉണ്ടാവുക. നമ്മൾ കൂടുതൽ കേൾക്കുകയാണ് വേണ്ടത്, നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. ഗസാലിമ പറയാണ് അത് ആ ഒരു സ്വഭാവം, മറ്റുള്ളവരെ കേൾക്കുക, നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. അധികം അങ്ങനല്ല. നമ്മളിപ്പോ ഒരു കല്യാണ നിശ്ചയത്തിന് ഇരുന്നാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതിക്ക് ഇരുന്നാലൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും അതിൽ ഫുള്ള് ആളുകൾ പറയുന്നത് കേൾക്കാൻ, ഒരാൾ പറഞ്ഞത് തീർക്കാൻ നമുക്ക് സാധിക്കൂല. എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുമ്പോ അയാള് പറഞ്ഞു ഒന്ന് തീർത്തോട്ടെ, അയാള് പറഞ്ഞത് അവസാനിക്കട്ടെ, അത് ശരിക്ക് കേൾക്കണമെങ്കിൽ ഈ ചാനൽ ചർച്ച ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ ക്ഷമയില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അയാൾ പറയുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാവും, ഇയാൾ മറുപടി പറയുന്നുണ്ടാവും. പിടിച്ച് ഇടയിൽ പറയേണ്ടതില്ല, അത് വളരെ അരോചകമാണ്. കേൾക്കുന്നവൻ വിലയിരുത്തുന്നുണ്ട് ഇയാൾ ശരിയല്ല. കാരണം അയാൾ 5 മിനിറ്റ് സംസാരിച്ചു, അപ്പൊ ഇയാൾ മിണ്ടിയിട്ടില്ല. അപ്പൊ ആ 5 മിനിറ്റിന് മറുപടിയായിട്ട് ഇദ്ദേഹം പറയുമ്പോ ഓരോ മിനിറ്റിനും ഇയാള് കേറിക്കൊത്തുകയാണ്. അപ്പം ഒരു കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും ഇയാൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച്, കാരണം ഈ പറഞ്ഞതിന്റെ ബാക്കി കേട്ടാൽ ഈ പറയുന്ന കാര്യം പറയേണ്ടതില്ലെങ്കിലോ, ഇയാള് പറഞ്ഞു ബാക്കിയും കൂടി പറഞ്ഞപ്പോ ഇയാൾ പറയേണ്ട മറുപടി പറയേണ്ടതില്ലായിരിക്കും. കാരണം അതിന്റെ ബാക്കി ഇയാൾ പറയുന്നതിൽ ചിലപ്പോ ഇതിന്റെ വ്യക്തത വന്നിരിക്കാം. അതിന് നമ്മൾ ക്ഷമിക്കാതെ വീണ്ടും നമ്മൾ കേറി സംസാരിക്കുന്ന ഒരു രീതി അത് ശരിയല്ല. കാരണം അത് നമ്മുടെ ആവശ്യമില്ലാത്ത, അത് ഗുണമല്ല ചെയ്യുക, നന്മയല്ലത് ചെയ്യുക. അതാണ്. എന്നിട്ടോ പിന്നെ ഇങ്ങനെ ആണ്, ഇതാണ് ഫുളൂലുൽ കലാം എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ആഫത്തുൽ ലിസാനില് ഒന്ന് അൽ കലാമു ഫീമാലായ അനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഫുളൂലുൽ കലാമാണ്. ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് 2 or 3 വാക്ക് നമ്മൾ പറയുന്നത് അത് ശരിയല്ല, അത് നിർത്തണം, അത് ഒഴിവാക്കണം. ഇതാണ് പറഞ്ഞത്. 2 വാക്ക് പറയേണ്ടത് 3 വാക്ക് പറയരുത്. മനസ്സിലായില്ലേ? ചിലത് 2 പറയണ്ടുണ്ടാവും, അവിടെ 1 പോകാനും പാടില്ല. മനസ്സിലായില്ലേ? ബസ്സിന്ന് കണ്ടക്ടർ പറയല്ലോ മുന്നോട്ടേക്ക്, അത് 2 വട്ടം പറയണം. അത് വെറും മുന്നോട്ടേക്ക് മാത്രം പറഞ്ഞാല് അത് ശരി ഉണ്ടാവില്ല. ക്ലീനർ കേറി അത് 2 വട്ടം പറയണം. കേറി എന്ന് മാത്രം പറഞ്ഞാൽ കോലാവില്ല. മനസ്സിലായില്ലേ? ഇറങ്ങിന്റെ അടുത്ത് അങ്ങനെ തന്നെ ഇറങ്ങി എന്ന് പറയണം.
ഇറങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ അത് ക്ലീനർ ആവില്ല. അപ്പോ ആവശ്യമുള്ളത് പറയാ, അത് കുറക്കാതിരിക്കുക, കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ആ പറഞ്ഞത്. അതേ സ്ഥാനത്ത് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും പറയാ, പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക. ഒരു ഭക്ഷണം കഴിക്കാൻ ഇരുന്നിടത്തുനിന്ന് വന്ന അതിഥിയെ വീണ്ടും വീണ്ടും നിങ്ങൾ കൈക്ക് 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 പറഞ്ഞു 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 പറഞ്ഞ് അങ്ങനെ ശല്യം ചെയ്യേണ്ടതില്ല. ഒരിക്കൽ പറഞ്ഞാല് പിന്നെ അയാൾ കഴിച്ചോളൂല്ലോ. അങ്ങനെ ചെയ്താൽ മതി. പിന്നെയും ഒന്ന് പറയേണ്ടി വരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. അത് കൂടുതൽ പറഞ്ഞ് ശല്യം ചെയ്യരുത്, ആവശ്യമുള്ളത് മാത്രം പറയാം. ഇനി അൽ ആഫത്തു സാലിസ, മുസാലിമ പറയുന്നു, മൂന്നാമത്തെ ആഫത്ത് അൽ ഖൗലു ഫിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളിൽ പ്രവേശിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതെങ്കിലും ഹറാമായ കാര്യമല്ല കേട്ടോ, പറഞ്ഞാൽ ഹറാമല്ല. അതിനാൽ പല നാശങ്ങളും ഉണ്ടാകും, അനാവശ്യ കാര്യങ്ങളാണ്, നന്മകൾ മുടങ്ങിപ്പോകും എന്നതാണ് നേരത്തെ രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഇനി ഹറാമായ സംസാരങ്ങൾ, ആ പറഞ്ഞ സംസാരം കൊണ്ട്, ആ സംസാരം കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? പിന്നെ കുറ്റം കിട്ടുന്നതാണ്. ഇനി പറയാം അൽ ഖൗലു ഫിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളിൽ പ്രവേശിക്കാം. ഏതുപോലെ വഹുവൽ കലാമു ഫിൽ മആസി, മാസിയത്തായ കാര്യങ്ങൾ സംസാരിക്കാം. ഏതുപോലെ കഹിക്കായത്തി അഹ്വാലിൻ നിസാ, സ്ത്രീകളുടെ അവസ്ഥയെ ഹിക്കായത്ത് ചെയ്യാം. സ്ത്രീകളുടെ അവസ്ഥയെ ഒന്ന് ഭാര്യമാരെ കുറിച്ച്, ഭാര്യമാരുടെ അവസ്ഥകളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ഇത് ഹറാമാണ്, തെറ്റാണ്. കല്യാണം കഴിച്ച അവന്റെ സ്വകാര്യ ജീവിതത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുക. സ്വകാര്യ അവസ്ഥകളെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. സ്വകാര്യ അവസ്ഥ തന്നെ നല്ലതുണ്ടാവോ പറയണ്ടില്ല, അത് ഓൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് സ്വകാര്യ അവസ്ഥയില്ലാത്ത നല്ല സ്വഭാവം, ഉമ്മയായിട്ടൊക്കെ നല്ല ക്ലാസ് അത് പറയാ. അതായത് അതിനെക്കുറിച്ച്, അതായത് സ്ത്രീകളുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മനസ്സിലാവുമല്ലോ. സ്ത്രീകളുടെ സ്വകാര്യതകൾ, സ്ത്രീകളുടെ അവസ്ഥകൾ പറയാന്ന് പറഞ്ഞാൽ സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിത്. മനസ്സിലായില്ലേ? മറ്റത് ഏതാൾക്കുണ്ടാകും, മകനും ഉണ്ടാവും ആ സ്വഭാവം, ഉമ്മാക്കുണ്ടാകാം ആ സ്വഭാവം, ഭാര്യക്കുണ്ടാകാം ആ സ്വഭാവം, അല്ലെ? അതല്ല പറയുന്നത്. സ്ത്രീകളുമായുള്ള, ഭാര്യയുമായുള്ള രഹസ്യ വിഷയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക. കല്യാണം കഴിച്ച ആൾക്കാർ ഇത് ചോദിക്കാനും ആൾക്കാരുണ്ടാവും, എന്നിട്ട് ഇത് പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകളുടെ സൗന്ദര്യത്തെ മറ്റുള്ള ആളുകളോട് വർണ്ണിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ മറ്റുള്ളവരോട് പങ്കുവെക്കുക. മറ്റുള്ളവരോട് തെറ്റിനെ പങ്കുവെക്കുക. ഈ ചെയ്തത് വലിയ തെറ്റാണ്, വേറെ ആളുകളുമായിട്ട് ഇത് പങ്കുവെക്കുന്നത് അത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് ഈ പാപം എന്നത് അതൊരു സ്വാഭാവികമായ സംഭവമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇപ്പൊ അത് വർദ്ധിച്ചു. പണ്ട് ഒരാൾ കള്ള് കുടിക്കുമെങ്കിൽ അയാൾ ആരോടും പറയാതെയായിരുന്നു അത് കുടിക്കുക. ആരെങ്കിലും അത് അറിയുന്നതിനൊക്കെ ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നാലാളോട് പറയാനാ കുടിക്കുന്ന തന്നെ, ഞാനിത് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശം എന്ന രൂപത്തിലേക്ക്, കാരണം അത് പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് അതിനെ മാറ്റി. അപ്പൊ ഈ പാപങ്ങൾ പങ്കുവെക്കുന്നത് സമൂഹത്തിൽ അതൊരു കുറ്റകരമല്ല എന്ന് സമൂഹം മനസ്സിലാക്കുമ്പോൾ പാപം വർദ്ധിക്കും, പാപം കൂടുതലാവും, കുറ്റകൃത്യങ്ങൾ കൂടുതലാകും. കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന്റെ കാരണം അതാണ്. ഒരാൾ വ്യഭിചരിക്കുന്നു, ആ വ്യഭിചരിക്കുന്നത് വേറെ ആളോട് പറയുന്നതിന് കുഴപ്പമില്ല, അതൊരു സന്തോഷവും ഒരു ആശ്വാസവും ആനന്ദമായിട്ട് ഒരു സമൂഹത്തിന്റെ ഇടയിൽ വന്നാൽ പിന്നെ ആ തെറ്റ് സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും. ഇതാരോടും പറയാൻ പാടില്ല എന്ന നിലക്ക് പറയുന്നതിനെ അത് ജനങ്ങൾ കുറ്റമായി കാണുന്നുവെങ്കിൽ ആ കുറ്റം സമൂഹത്തിൽ പ്രചരിക്കുന്നതും കുറഞ്ഞു കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. മഖാമാത്തുൽ ഫുസാഖി, അതുപോലെ
പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പാടില്ലാത്ത കാര്യമാണ്, നാം ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. ഒരാള് ജനങ്ങൾ ഇങ്ങനെ ഒരു സംസാരിച്ചിരിക്കാൻ വേണ്ടി, സംസാരിച്ചിട്ടൊരു മനസ്സൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കും. എന്നാൽ ആ സംസാരം എങ്ങോട്ടേക്ക് എത്താതിരിക്കില്ല, ജനങ്ങളുടെ അഭിമാനത്തിലേക്ക് കടക്കുന്ന സംസാരങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ബാത്തിലായ തെറ്റുകളെ കുറിച്ച് പറയുന്നതിലേക്ക് പോകും. ഈ ഒന്നിച്ചുള്ള സംസാരങ്ങൾ, നമ്മളിപ്പോ കൂടി ചങ്ങാതിമാര് സുഹൃത്തുക്കൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കുമ്പോ ആ സംസാരം അവസാനം എത്തിപ്പെടുക, ആ ആനന്ദം എത്തിപ്പെടുക എന്താണ്? മറ്റുള്ള ജനങ്ങളുടെ അഭിമാനത്തിലേക്ക് കടന്നു കയറുന്ന സംസാരങ്ങൾ വരും. അതേപോലെ തന്നെ ബാത്തിലായ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്ക് വരും. ഇല്ലാത്ത ഇങ്ങനെയുള്ള ഉണ്ടല്ലോ, നമ്മള് സംസാരിച്ചിരിക്കുക, നമുക്കൊരു ഒഴിവുള്ള ദിവസം കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കൂട്ടി ഒന്ന് അവിടെ പോയിരുന്ന് കുറച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാ, എന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക, സംസാരിക്കുക. ഈ സംസാരം എല്ലാം അവസാനം ഈ ആനന്ദം എത്തുന്നത് എന്താണ്? ജനങ്ങളുടെ അഭിമാനങ്ങളെ കുറിച്ചുള്ള, അതിലേക്ക് ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുക, അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങൾ, അതുപോലെ ബാത്തിലായ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഇങ്ങനെ ഈ തെറ്റായ കാര്യങ്ങൾ നോക്കൂ. അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതും, അത് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെയല്ല, അത് ഹറാമായ തെറ്റുമാണ്. ഇന്ന റജുല ലയതകല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സംസാരിക്കുന്നു ബിൽ കലിമ, ഒരു കാര്യം, യുൽഹിഖു ബിഹാ ജുലസാഅഹു, അതിന് കൂടെ ഇരിക്കുന്ന ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ യഹ്വി ബിഹാ അബ്അദ മിന സുറയ്യ, അയാൾ സുറയ്യ നക്ഷത്രത്തെക്കാൾ അകലയിലേക്ക് അയാൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകും. അയാള് സദസ്സിലുള്ള ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ അഭിമാനത്തെയും അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ അവമതിച്ചുകൊണ്ടും മറ്റുമൊക്കെ ആയിരിക്കും ഈ സംസാരങ്ങൾ കടന്നു വരിക. ഈ സംസാരം അയാളെ അള്ളാഹുവിൽ നിന്നും വളരെ അകലെയാക്കി കളയും. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നോക്കൂ, അഅ്ലമുന്നാസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഅ്ലമുന്നാസി ഖതായ യൗമൽ ഖിയാമ അക്സറുഹും ഖൗലൻ ഫിൽ ബാത്തിൽ. ഖിയാമത്ത് നാളില് വലിയ പാപമായിട്ട് വരുന്നത് ഇങ്ങനെ ബാത്തിലായ സംസാരങ്ങൾ സംസാരിക്കുന്നവരാണ്, മോശമായ വർത്തമാനങ്ങൾ പറയുന്നവരാണ് ഖിയാമത്ത് നാളില് മോശമായ ഏറ്റവും വലിയ പാപികളായി വരുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. ഖിയാമത്ത് നാളില് നിങ്ങൾ എന്താ ഇങ്ങനെ പെട്ടുപോയത്, നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഇങ്ങനെയുള്ള അനാവശ്യം സംസാരിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ കൂടുമായിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്, നമ്മളുടെ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കൂട്ടായ്മ, ഈ അനാവശ്യ കൂട്ടായ്മ നമുക്കുണ്ടോ? അനാവശ്യമായ കൂട്ടായ്മയുള്ള സുഹൃത്ത് വലയം നമുക്കുണ്ടോ? ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന കൂട്ടായ്മയുണ്ടോ? ആ സദസ്സിൽ നമ്മൾ പോയിരിക്കുന്നുണ്ടോ? അതാണ്. അങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ അവര് ആഖിറത്തിൽ ആ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അവർ പറയും, വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. ഇങ്ങനെ ആളുകളുടെ അഭിമാനത്തിലേക്കും തെറ്റുകളിലേക്കും നാവിനെ കൊണ്ടുപോകുന്ന ആളുകളുടെ കൂടെ ഇരിക്കുന്നവരായിരുന്നു ഞങ്ങൾ. ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കരുത്, ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റൊരു സംസാരത്തിലേക്ക് കടക്കുന്നത് വരെ അവരുടെ കൂടെ നിങ്ങൾ കൂടരുത്. ഇന്നക്കും മിദം മിസ്ലുഹും, അവർ തെറ്റായ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടെ നിന്നുകൊടുത്താൽ നിങ്ങളും അവരെ പോലെ അതേ കുറ്റം പേറേണ്ടി വരും. ചിലപ്പോ നമ്മൾ വിചാരിക്കും, ഞാനങ്ങനൊന്നും പറയലൊന്നുമില്ല, ഞാൻ ഓല് പറയുന്നൊക്കെ കേൾക്കലേ ഉള്ളൂ എന്ന് ചില ആളുകൾ വിചാരിച്ച് അതുപോലെയുള്ള കൂട്ടായ്മയുടെ ഭാഗമാകും. ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി. ഖുർആൻ പറഞ്ഞു, അവർ വേറെ ഒരു വർത്തമാനത്തിൽ കടക്കുന്നത് വരെ അവരുടെ സദസ്സിൽ നീ ഇരിക്കരുത്. ഇന്നക്കും മിദം മിസ്ലുഹും, കാരണം നിങ്ങൾ അവിടെ ഇരുന്ന് മിണ്ടാതിരുന്നാൽ തന്നെ നിങ്ങളും അവരെ പോലെ അതേ പാപം വേറുന്നവരാണ് എന്ന് അല്ലാഹു പറഞ്ഞു.
അതാണ് അക്സറുൻ നാസി ദുനൂബൻ യൗമൽ ഖിയാമ അക്സറുഹും കലാമൻ ഫീ മാസിയത്തില്ലാഹ്. അല്ലാഹുമായുള്ള പാപങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ദുനൂബ് ദോഷം ചെയ്യുന്ന ആളുകൾ എന്ന്. കാന റജുലുൻ, ഇബ്നു സിരീൻ തങ്ങൾ പറയുന്നു, കാന റജുലുൻ മിനൽ അൻസാരി യമുറു ബിമജ്ലിസിൽ ലഹും, അൻസാരികളിൽപ്പെട്ട ഒരാൾ നടന്നു പോവുകയാണ് ഒരു സദസ്സിന്റെ അരികിലൂടെ. ആ അൻസാരിയായ സഹാബി പറഞ്ഞു, ഈ സദസ്സിലുള്ള ആളുകളോട് തവല്ലഉ, പോയി ഒളുഎടുത്തോളി എന്ന് പറഞ്ഞു. അൻസാരിയായ ഒരു സഹാബി ആളുകൾ ഇങ്ങനെ കൂട്ടമായി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ അരികിലൂടെ ഇങ്ങനെ പോകുമ്പോ ഈ സഹാബി പറഞ്ഞു ഈ ജനങ്ങളോട്, തവല്ലഉ, എല്ലാവരും പോയി ഒളുഎടുക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങൾ ഒളുഎടുക്കുന്നത്, ഞങ്ങൾക്ക് ഒളുണ്ടല്ലോ. ഫഇന്ന ബഅദ മാ തഖൂലുന ശർറു മിനൽ ഹദസ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് അശുദ്ധിയേക്കാൾ നാശമാണ്. നിങ്ങളെ ഒളു അശുദ്ധി ഉണ്ടാകുന്നതിനേക്കാൾ നാശമായ സംസാരമാണ് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത്. നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന എയറില്ലേ, വായുവില്ലേ, ആ വായു വേറെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ വരുന്ന വായു കൊണ്ട് നമ്മൾ അശുദ്ധി വരും, ഒളു മുറിഞ്ഞു പോകും. എന്നാൽ അതിനേക്കാൾ നിങ്ങളുടെ വുളു, ആത്മീയമായ വുളു മുറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാവിലൂടെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോയി വുളു ചെയ്യൂ എന്ന് ആ അൻസാരിയായ മഹാൻ ആ സദസ്യരോട് പറഞ്ഞു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സംസാരങ്ങൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തെറ്റായ കാര്യങ്ങളും നാം സംസാരിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതാണ് അൽ ഖൗലു ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞത്. നാലാമത്തത് അൽ മിറാഉ വൽ ജിദാൽ, തർക്കങ്ങളും അനാവശ്യ സംവാദങ്ങളും. ആവശ്യമല്ലത് ആരോഗ്യകരമല്ലാത്ത സംവാദങ്ങൾ, വാദിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള സംസാരം. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സുഹൃ വലയത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. നമ്മൾ എല്ലാ വിഷയത്തിലും തർക്കിക്കാം. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. എല്ലാ കാര്യത്തിലും തർക്കം പറയാം. വദാലിക മൻഹിയുൻ അൻഹു, അത് പാടില്ല. ഈ അനാവശ്യ തർക്കങ്ങൾ പാടില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ അനാവശ്യ തർക്കല്ലേ, അനാവശ്യ തർക്കത്തിന് പറയാറില്ല. ഉസ്താദുമാർ ചിലപ്പോ ഉദാഹരണം പറയാറുണ്ട്. ഒരാളിങ്ങനെ ഒരു വയലിന്റെ, രണ്ടാളിങ്ങനെ വയലിന്റെ വക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വലിയ, ഈ വയലില് ഉണ്ടാകുന്ന തവളുണ്ടല്ലോ, വലിയ വലിയ മാറാട്ടി തവള, വലിയ തവള. ഈ തവളയെ ഒരു പാമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തവളന്റെ വലുപ്പം കൊണ്ട് പാമ്പിന്റെ തവളന്റെ പകുതി ഭാഗം മാത്രമേ വായിലായിട്ടുള്ളൂ, ബാക്കി ഇങ്ങനെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പൊ തവള ഇങ്ങനെ പൊറോന്നിങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. അപ്പൊ മുന്നിലുള്ള ആള് പറഞ്ഞു, രണ്ടും രണ്ട് നാട്ടുകാരാ, അതിലെങ്ങനെ പോകുമ്പോ ഇതാ ഇത് കണ്ടുക്കോ പാമ്പിനെ, ഇത് നമ്മളൊക്കെ നാട്ടിൽ ധാരാളം ഉള്ളതാണ്, പാമ്പ് പാലൻ തവളയാണെന്ന് പറഞ്ഞു. പാമ്പ് പാലൻ തവള ഞങ്ങളൊക്കെ നാട്ടിൽ ധാരാളം ഉണ്ട്. മറ്റാള് പറഞ്ഞു, ഇതാ ഇത് ഞങ്ങളെ നാട്ടിലും ധാരാളം, ഇത് പാമ്പ് പാലൻ തവളയല്ല, ഇത് പിന്നെയാണ് ഇതോ തവളത്തലയം പാമ്പാണ് എന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞു ഇത് തവളത്തലയൻ പാമ്പാണ്, മറ്റോ പറഞ്ഞു അല്ല പാമ്പ് പാലൻ തവളയാണ്. ഒരാൾ പറയുന്നത് ഇത് തവളയല്ല, പക്ഷെ വാല് പാമ്പിൻ്റെതായിരിക്കും, അങ്ങനത്തെ ഞങ്ങളെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ട്. മറ്റാള് പറയുന്നത് ഇത് പാമ്പാണ്, പക്ഷെ തല എങ്ങനത്തെ ആയിരിക്കും, തവളന്റെ തല പറഞ്ഞ. ഇയാൾ ഇങ്ങനെ ഇതും പറഞ്ഞ് ഭയങ്കര തർക്കായി, രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല ആരും. അങ്ങനെ ഇത് കേട്ടിട്ട് ആ വയലിന്റെ അങ്ങേയറ്റത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഈ രണ്ടാളും കൂടി ഈ തർക്കം കൂടുന്നാട്ടപ്പം വന്ന്, ഇതെന്താ നിങ്ങള്? അപ്പൊ പറഞ്ഞു, ഇത് ഞങ്ങളെ നാട്ടിലുള്ള സാധനമാണ്, പാമ്പ് പാലൻ തവളയാണ്. ഇവൻ സമ്മതിക്കില്ല, ഓൻ പറയുന്നു എന്താണ് തവളത്തലയം പാമ്പാണ്. അപ്പൊ അയാളെ കഴിയിലൊരു വടി ഉണ്ടായിരുന്നു, ആ വടി കൊണ്ട് ഈ പാമ്പിന്റെ നടുവിലൊരു അടി കൊടുത്ത്, അപ്പൊ തവള അങ്ങ് ചാടിപ്പോയി. അപ്പൊ അയാള് പറഞ്ഞു, നിങ്ങൾ വെറുതെ തർക്കിക്കില്ല, തവള വേറെയാണ്, ഇത് പാമ്പും തവളയും രണ്ടും രണ്ടാണ്. അപ്പൊ അതുവരെ തർക്കിച്ചത് വെറുതെ എന്തായി, വെറുതെ. ഇതുപോലത്തെ തർക്കാണ് നമ്മൾ ആളുകളിലുള്ള തർക്കം. ഒരു ഫായ്ദ ഉണ്ടാവില്ല, ഒരു ഗുണവുമില്ലാത്ത തർക്കങ്ങൾ തർക്കിച്ച് അവസാനം ഇതെന്തിനായിരുന്നു ഞങ്ങൾ പറഞ്ഞത്,
എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ടാകും. എല്ലാത്തിനും എതിര് പറയുക, എല്ലാത്തെയും കടന്ന് ആക്രമിക്കുക. എന്നാലോ വല്ല കാര്യമുണ്ട് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ലാ തുമാരി അഖാക, നിന്റെ സഹോദരനുമായി നീ തർക്കത്തിൽ ഏർപ്പെടരുത്. വലാ തുമാസിഹു, അവനെ നീ കളിയാക്കാനും പാടില്ല. വലാ തഇദുഹു മൗഇദൻ ഫതുഖ്ലിഫഹു, അവന് നീ ഒരു വാക്ക് കൊടുത്തിട്ട് അത് ലംഘിക്കാനും പാടില്ല. 3 കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുമാരി അഖാക്, നിന്റെ സഹോദരനോട് നീ അനാവശ്യ തർക്കത്തിൽ ഏർപ്പെടരുത്. വലാ തുമാസിഹു, അവനെ നീ കളിയാക്കാൻ പാടില്ല. നമ്മളെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യാ, അനാവശ്യമായി കളിയാക്കുക, എന്തെങ്കിലും പേരൊക്കെ വിളിച്ചിട്ട് പേരെന്നെല്ലാം പറയും, ആക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുക, മോശമായ പേരുകൾ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്താക്കുക, നമ്മൾ സ്വീപ്പാക്കുക എന്ന് പറയാം. ആളുകളെ സ്വീപ്പാക്കുക, എന്തെങ്കിലും പറഞ്ഞ് സ്വീപ്പാക്കുക, മറ്റുള്ളവരുടെ എന്നിട്ട് പറഞ്ഞിട്ട് വഷളാക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. വലാ തഇദുഹു മൗഇദൻ ഫതുഖ്ലിഫഹു, നീ ഒരു വാക്ക് കൊടുത്തിട്ട് ലംഘിക്കുക. സുഹൃത്തിന് വാക്ക് കൊടുക്കുക, ലംഘിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറുൽ മിറാഅ, നീ തർക്കം ഒഴിവാക്കണം. ഫഇന്നഹു ലാ തുഫഹമു ഹിക്മതുഹു വലാ തുഅമനു ഫിത്നതുഹു, തർക്കം ഒഴിവാക്കണം. കാരണം ആ തർക്കത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആ അറിവ് ആർക്കും മനസ്സിലാവില്ല തർക്കത്തിന്റെ ഇടയിൽ. വലാ തുഅമനു ഫിത്നതുഹു, പക്ഷേ അതിനാൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് നമുക്ക് നിർഭയത്വവും ലഭിക്കുകയില്ല. തർക്കിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ചിലപ്പോൾ ആ തർക്കത്തിന്റെ ഇടയിൽ നല്ല കാര്യം പറഞ്ഞാൽ പോലും അവിടെ ആർക്കും അത് മനസ്സിലാകൂല. കാരണം തർക്കത്തിൽ ജയിക്കണമെന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അതിന്റെ ഉള്ളിലുള്ള നന്മ പോലും നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീണ്ടും പറയുന്നു, മൻ തറക്കൽ മിറാഅ വഹുവ മുഹിക്കുൻ ബുനിയ ലഹു ബൈത്തുൻ ഫി അഹ്ലിൽ ജന്ന, ഒരാൾ ഒരു തർക്കത്തിൽ നിന്ന് മാറി നിന്നു, ഞാൻ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞു. വഹുവ മുഹിക്കുൻ, അവന്റെ അടുക്കലാണ് സത്യമുള്ളത്, എന്നിട്ടും ഓൻ തർക്കത്തുനിന്ന് ഒഴിവായി. ഇവൻ ഇത് പറഞ്ഞപ്പോ മറ്റോ പറഞ്ഞു ഇവന്റെ ഭാഗമാണ് ശരി, പക്ഷെ ഓനത് പറഞ്ഞപ്പോ പിന്നെ അതിന് തട്ടുത്തരം തിരിച്ച് മറുപടി പറയാൻ നിന്നില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ മേൽഭാഗത്ത് അവനൊരു ഭവനം പണിയപ്പെടുന്നതാണ്. ഇതെന്താണ്, എങ്ങനത്തെ തർക്കമാണ് ഈ മിറാഇ ജിദാൽ എന്ന് പറഞ്ഞാൽ? ഒരു ഫായിദയുമില്ലാത്ത അനാവശ്യ തർക്കങ്ങളാണ്. ഞാൻ ജയിക്കണമെന്ന ഉള്ള കാര്യത്തിലുള്ള തർക്കത്തെ പറ്റിയാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് ആരോഗ്യകരമായ സംവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ ഡിബേറ്റുകൾ, ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദറുൽ മിറാഅ ഫഇന്നഹു ലാ തുഫഹമു ഹിക്മതുഹു വലാ തുഅമനു ഫിത്നതുഹു മൻ തറക്കൽ മിറാഅ വഹുവ മുഹിക്കുൻ ബുനിയ ലഹു ബൈത്തുൻ ഫി അഹ്ലിൽ ജന്ന. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ, ആരെങ്കിലും തർക്കത്തെ ഉപേക്ഷിച്ചു, അവന്റെ പക്കൽ ആ ഉപേക്ഷിച്ചത് എങ്ങനെയാണ്? അവന്റെ അടുത്ത് സത്യമില്ല എന്ന് ഓന് ബോധ്യപ്പെട്ടപ്പോ അവൻ തർക്കം ഒഴിവാക്കി. നേരത്തെ പറഞ്ഞത് സത്യം ഉണ്ടായിട്ട് ഒഴിവാക്കിയതാണ്. ബുനിയ ലഹു ബൈത്തുൻ ഫി റബദിൽ ജന്ന, അവനും സ്വർഗത്തിൽ ഒരു ഭവനം പണിയപ്പെടുന്നതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന അവ്വല മാ അഹിദ ഇലയ്യ റബ്ബി വനഹാനി അൻഹു ബഅദ ഇബാദത്തിൽ ഔസാൻ വശുർബിൽ ഖംറി മുലാഹാത്തുർ റിജാൽ. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ്, എന്നോട് എന്റെ റബ്ബ് വിഗ്രഹാരാധനയെ നിരോധിച്ചതിന് ശേഷവും കള്ളുകുടി ഈ നിരോധിച്ചതിന് ശേഷവും ആദ്യമായി ഞാനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചെയ്ത കരാറ് മുലാഹാത്തുർ റിജാൽ, ഈ ആളുകളുടെയുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങളെ കുറിച്ചുള്ള അത് പാടില്ല എന്നതിനെ കുറിച്ചാണ് എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, എന്നിലേക്ക് സന്ദേശം തന്നിട്ടുള്ളത്. അപ്പോ കള്ളുകുടിക്കുക, വിഗ്രഹാരാധന, ഇതിന് ശേഷം മനുഷ്യനിടയിൽ നടക്കുന്ന തർക്കങ്ങൾ, അതാണ് വലിയ നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട്
ലാ യസ്തക്മിലു അബ്ദുൻ ഹഖീഖത്തൽ ഈമാനി ഹത്താ യദൽ മിറാഅ വഇൻ കാന മുഹിഖ. ഈമാനിന്റെ ഹഖീഖത്തിനെ, യാഥാർത്ഥ്യത്തെ ഒരടിമ പൂർത്തിയാക്കുകയില്ല. ഈമാൻ എന്ന യാഥാർത്ഥ്യത്തെ ഒരടിമ പൂർത്തിയാക്കൂല ഈ തർക്കത്തെ ഒഴിവാക്കാൻ. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ അനാവശ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ധാരാളം വിഷയങ്ങളിൽ ഇരുന്നിട്ട് തർക്കിക്കുക, നമ്മുടെ പിന്നെ പല കാര്യങ്ങളിലും അനാവശ്യമായ തർക്കങ്ങൾ നമ്മൾ നടത്തുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സിത്തും മൻകുന്ന ഫീഹി ബലഗ ഹഖീഖത്തൽ ഈമാൻ. 6 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ യഥാർത്ഥ ഈമാനിലേക്ക് എത്തിപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതാണ്. 1 അസ്യാമു ഫിസ്സൈഫ്, വളരെ ഉഷ്ണമുള്ള സമയത്തുള്ള നോമ്പ്. വവർബു അദാഇല്ലാഹി ബിസ്സൈഫ്, ആവശ്യ സമയത്ത് ഒരു യുദ്ധവേളയിൽ, ഒരു യുദ്ധത്തിന് അനിവാര്യമായി വരുന്ന സമയത്ത് ആ യുദ്ധത്തിൽ പങ്കെടുക്കുക. അതുപോലെ തണുപ്പു സമയങ്ങളിൽ നിസ്കാരത്തെ നേരത്തെ നിസ്കരിക്കുക. വസ്സബ്റു അലൽ മുസീബാത്തി, മുസീബത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. വഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹി, വുളൂ പൂർത്തിയാക്കി എടുക്കുക. അലൽ മക്കാരിഹി, വളരെ നമുക്ക് വെള്ളത്തോട് വല്ലാതെ വെറുപ്പുള്ള സമയം, നല്ല തണുപ്പുള്ള സമയമാണ്, സുബഹിയുടെ സമയമാണ്. അപ്പൊ വുളുമെല്ലാം നമ്മൾ നിർബന്ധമായ സ്ഥലം മാത്രം തൊട്ടിട്ട് വുളു എടുത്തിട്ട് പോരും. അല്ല, നമ്മള് പൂർത്തിയാക്കി ആ സമയത്ത് വുളു എടുക്കുക. വതർക്കുൽ മിറാഇ വഹുവ സാദിഖുൻ, അവൻ സത്യം ആണ്, അവന്റെ ഭാഗത്ത് സത്യമുള്ളതോടുകൂടെ തന്നെ തർക്കത്തെ ഉപേക്ഷിക്കുക. ഇങ്ങനെ 6 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ യഥാർത്ഥ ഈമാനിലേക്ക് എത്തി. 1 നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊന്ന് ഒരു ആവശ്യ സമയങ്ങളിലുള്ള യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊന്ന് നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊന്ന് ക്ഷമയാണ്, മുസീബത്തുകളിൽ ക്ഷമിക്കുക. മറ്റൊന്ന് വുളൂ പൂർത്തിയാക്കിയെടുക്കുക. മറ്റൊന്ന് തർക്കത്തെ ഉപേക്ഷിക്കുക. ഈ കാര്യങ്ങൾ ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ തർക്കത്തെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. നോക്കൂ, വഖാല സുബൈർ ലിബ്നിഹി, മഹാനായ സുബൈർ തങ്ങൾ തന്റെ മകനോട് പറഞ്ഞു, ലാ തുജാദിൽ ഇന്നാസ ബിൽ ഖുർആൻ, നീ ഖുർആൻ വെച്ച് ജനങ്ങളുമായി തർക്കത്തിൽ നിൽക്കരുത്. ഫഇന്നക ലാ തസ്തതിഉഹും വലാകിൻ അലൈക ബിസുന്ന, കാരണം ജനങ്ങളോട് അനാവശ്യത്തിലുള്ള തർക്കം നടന്നതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ നാട്ടിലെ ഉള്ള വെറും തർക്കങ്ങളിൽ, ഈ തർക്കങ്ങൾ നടന്ന് ആരാണ് പിന്നെ അഭിപ്രായങ്ങൾ മാറി വന്നത്? ആരാണ് അങ്ങോട്ട് പോയത്, ആരാണ് ഇങ്ങോട്ട് പോയത്? ഉണ്ടാവില്ല. കാരണം ആ തർക്കം എന്നത് ആരോഗ്യകരമായ തർക്കങ്ങളല്ല. നമ്മുടെ വാദം വിജയിക്കണമെന്ന ദുഷ്ടലാക്കോടുകൂടെ നമ്മൾ നടത്തുന്ന സംസാരങ്ങളാണ്. വലകിൻ അലൈക ബിസുന്ന, നീ സുന്നത്തിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ നാം നമ്മുടെ സംസാരങ്ങളെ സൂക്ഷിക്കുകയും നമ്മൾ തർക്കങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നാണ് മഹാനായ ഗസാലി തങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കാര്യങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ലാ തതഅല്ലമുൽ ഇൽമ ലാ തതഅല്ലമിൽ ഇൽമ ലിസലാസിൻ, 3 കാര്യത്തിന് വേണ്ടി നീ ഇൽമു പഠിക്കരുത്. വലാ തത്റുകുഹു ലിസലാസിൻ, 3 കാര്യത്തിന് വേണ്ടി നീ ഇൽമിനെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ലാ തതഅല്ലമുഹു, എന്താണ് 3 കാര്യം? 3 കാര്യത്തിന് ഇൽമു പഠിക്കരുത് എന്ന് പറഞ്ഞത്. 1 ലാ തതഅല്ലംഹു ലിതുമാരിയ ബിഹി, തർക്കം കൂടാൻ വേണ്ടി നീ ഇൽമു പഠിക്കരുത്. ചില ആളുകള് ഇങ്ങനെ തർക്കം, അതിനൊരു പിന്നെ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ്, എന്താ വേറെ സ്ഥലത്ത് പോയിട്ട് തർക്കിക്കാൻ വേണ്ടിയാണ്. അപ്പൊ തർക്കിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? അനാവശ്യ തർക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾക്ക് ഒരു സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു വിഷയം ഒരു സ്ഥലത്ത് വരുമ്പോ അത് ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറയണം. അത് അനാവശ്യ തർക്കമല്ല. പക്ഷെ വീണ്ടും വീണ്ടും അയാൾ അംഗീകരിക്കാതെ ഇങ്ങോട്ടും ഇങ്ങനെ പറയുമ്പോ ഞാൻ നിർത്തി, എന്റെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇതാ
ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന നിലക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇത് നീ വേണമെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അവിടെ നിർത്താം. വീണ്ടും വീണ്ടും തർക്കിച്ചത് കാര്യമില്ല. നീ തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിക്കരുത്. വലാലി തുബാഹിയ ബിഹി, നീ അതുകൊണ്ട് അഭിമാനം കൊള്ളാൻ വേണ്ടി, അഹങ്കരിക്കാൻ വേണ്ടി ഇൽമു പഠിക്കരുത്. നീ റിയായി ലോകമാന്യത്തിന് വേണ്ടിയും ഇൽമു പഠിക്കരുത്. വലാ തത്റുകുഹു, നീ ഇൽമു പഠിക്കുന്നതിനെ 3 കാര്യത്തിന് ഉപേക്ഷിക്കരുത്. അതെന്താണ്? ഹയാ മിൻ തലബിഹി, ഒന്ന് ഇൽമു പഠിക്കുന്നത് ലജ്ജിച്ചിട്ട് ഇൽമു പഠിക്കുന്നതിനെ ഉപേക്ഷിക്കരുത്. നല്ലോണം പോയിന്റ് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം. ഇൽമു പഠിക്കുന്നതിനെ ലജ്ജിച്ചിട്ട് ഇൽമു പഠനത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ അറിയാത്തൊരു കാര്യമുണ്ട്, അത് ചോദിച്ചാലേ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ ചോദിച്ചാലേ ഞാൻ മാത്രം അറിയാത്ത ആളാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കൂല, നമുക്ക് മടിയാ. ഞാൻ എന്താണ്, നമുക്ക് അറിവില്ല, സത്യാണ്. എന്നാൽ അറിവില്ല എന്നത് പറയാനോ അറിയില്ല എന്നുള്ള ഒരാൾക്ക് മുമ്പിൽ അറിയുന്നതോ നമുക്ക് എന്താണ്? ഹയ ആണ്, ലജ്ജയാണ്. അതുണ്ടാകാൻ പാടില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ആരോടും നമുക്ക് ചോദിക്കാൻ കഴിയും. ഇന്നിപ്പോ ആരും ആൾക്കാര് അറിവ് വലിയൊരു അബദ്ധം എന്താന്ന് വെച്ചാല്, ഇന്നിപ്പോ ആൾക്കാര് അറിവുള്ള ആളുകളോട് അറിവ് ചോദിക്കുന്നില്ല, എല്ലാരും ഗൂഗിളിൽ അടിക്കുകയാണ്. എന്ത് കാര്യം അറിയണമെങ്കിലും ഗൂഗിളിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് ആ ഗൂഗിളിൽ നിന്ന് തരുന്ന അറിവ് അനുസരിച്ചാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നാളെ ഒരിക്കല് ഞാൻ ഉംറക്ക് പോയപ്പോ ഒരു പരിചയമുള്ള ഒരാളവിടെ, ഓൻ ദുബൈയിൽ നിന്ന് വന്നതാ ഉംറക്ക്. അപ്പോ പിന്നെ ആ പെട്ടെന്നൊന്ന് ഒരാഴ്ച ലീവ് കിട്ടി. അപ്പൊ അങ്ങ് പോന്നാണ്. ഓൻ ആദ്യമായിട്ട് ഉംറക്ക് വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്തത്? ഇഹ്റാം ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇവിടുന്ന് ചെയ്താണ്, മസ്ജിദ് ആയിഷയിൽ പോയിട്ട് ചെയ്താണ്, ആയിഷ പള്ളിയിൽ പോയിട്ട് ചെയ്താണ്. ഞാൻ പറഞ്ഞു, എന്താ ആരോടൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നോ? അത് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയിരുന്നു. അപ്പൊ ഗൂഗിളിൽ അടിച്ചപ്പോ ഇതാണ് കിട്ടിയത്. സത്യത്തിൽ ഉംറ ഉദ്ദേശിച്ച് ഒരാൾ മക്കയെ പിന്നെ ഹജ്ജിനെയോ ഉംറയോ ഉദ്ദേശിച്ചിട്ട് മക്കത്തേക്ക് പോവാണെങ്കിൽ ഇഹ്റാം ചെയ്യാതെ മീക്കാത്ത് വിട്ട് കിടക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്യാതെ മീക്കാത്തിന്, എന്താണ് മീക്കാത്ത് എന്ന് പറഞ്ഞാല്, ഓരോ ഭാഗത്തുനിന്നും ആളുകൾ ചെല്ലുമ്പോ നമ്മുടെ ഇവിടുന്ന് പോകുമ്പോ യലംലമാണ് മീക്കാത്ത്. മക്കയുടെ കാബയുടെ ചുറ്റുഭാഗത്തും ജുഹ്ഫ, അതുപോലെ തന്നെ കർണുമനാസില്, അതുപോലെ ദുൽഹുലൈഫ, യലംലം, ഇങ്ങനെ കുറെ മീക്കാത്തുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഇഹ്റാം ചെയ്യാനുള്ള സ്ഥലം അത് 100 കിലോമീറ്റർ അപ്പുറത്ത്, 150 കിലോമീറ്റർ അപ്പുറത്ത്, 200 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ്. ഈ പരിധിയെ വിട്ട് ഉള്ളിലേക്ക് ഇഹ്റാം ചെയ്യാതെ കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നാലോ? അങ്ങനെ കടക്കാൻ പാടില്ല, തെറ്റാണ്. അതോടൊപ്പം എന്ത് ചെയ്യണം? അറവ് നടത്തുകയും വേണം. അപ്പൊ ഇയാള് നേരെ ഉംറ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? വന്നു. എന്നിട്ട് മസ്ജിദ് ആയിഷയിൽ പോയിട്ട് ഇഹ്റാം ചെയ്തു. അയാൾക്ക് ഗൂഗിൾ അടിച്ചപ്പോ അതാ കിട്ടിയ. ഇങ്ങനെയാണ് പല ആൾക്കാരും ചെയ്യുക. അത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഇഹ്റാം ചെയ്യാനാണ് ആയിഷ പള്ളിയിൽ പോകേണ്ടത്. ഇവിടുന്ന് പോകുന്ന ആളുകൾ എവിടെ നിന്നല്ല ചെയ്യേണ്ടത്? ആയിഷ പള്ളിയിൽ നിന്നല്ല ചെയ്യേണ്ടത്. നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കാബയിലേക്ക് പോകുമ്പോ നമ്മളെ മീക്കാത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യാം. അവിടെ എത്തിയ ആളുകൾക്ക്, ഹറമിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് പോയിട്ട് പുറത്തു പോയിട്ട് ചെയ്യാനാണ് എന്ത്? ആയിഷ പള്ളി. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ അത് ഇത് ചിലപ്പോ അറിയില്ല, അറിയാതെ നമ്മൾ വേഗം ഗൂഗിളിൽ അടിച്ചു നോക്കിയാല് അബദ്ധത്തിൽ വരും. അപ്പൊ ആളുകളോട് ചോദിക്കാൻ ഇപ്പൊ മടിയാണ്. കാരണം ചോദിക്കുമ്പോ ഞാനൊരു അറിയാത്ത ആളാന്ന് വരും എന്നതുകൊണ്ട് ഇതെല്ലാവരും ഗൂഗിളിൽ അടിക്കുമ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ശരിയായിക്കൊള്ളുന്നില്ല. അതിൽ ആരെങ്കിലും അടിച്ചു കൊടുത്തതും ഗൂഗിളിനെ പഠിപ്പിച്ചതാണ് ഗൂഗിൾ എന്ത് ചെയ്യാ നമ്മൾ ഇങ്ങോട്ട് വരിക. അപ്പൊ ഇപ്പോ എന്താണ് ചാറ്റ് ഇതിലൊക്കെ ചോദിച്ചാല് ഒരുപാട് വിവരങ്ങൾ വരും. അപ്പം ഇത് വരുന്ന സമയത്ത് നമ്മൾ അതിലുള്ളത് മുഴുവൻ ശരിയാണോ എന്നത് നമ്മൾ വേറെ ആൾ കൊണ്ട് എന്ത് ചെയ്യണം? ക്ലിയർ ആക്കിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട്
പിന്നെ എന്ത് ചെയ്യണം? ലാ തത്റുഹു ഹയാഅ മിൻ തലബിഹി, അതിനെ തലബ് ചെയ്യുന്നതിന് ലജ്ജിച്ചുകൊണ്ട്, ഇൽമിനെ തേടുക അതിൽ ലജ്ജിച്ചുകൊണ്ട് ഇൽമു തേടുന്നതിന് ഉപേക്ഷിക്കരുത്. അതേപോലെ തന്നെ വലാ സിഹാദത്തൻ ഫീഹി, ഇൽമു മതിയെന്ന് വെച്ചിട്ട് ഇൽമു പഠിക്കാതിരിക്കുക. ഇതൊക്കെ അങ്ങനെയാണ്, അതൊക്കെ മതി നമ്മക്കിപ്പോ. ഞാൻ എന്താ 5ാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നതാണ് കാര്യമായിട്ട്, അയാളുടെ ഇൽമിന്റെ ക്വാളിറ്റി പറയുന്നതാണ് മഹത്വം. ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ പോയിട്ടുണ്ട്, സമസ്തന്റെ പൊതുപരീക്ഷ എഴുതി ജയിച്ച ആളാണ് ഞാൻ. ഇതൊക്കെയാണ് ഒരാളുടെ ഭയങ്കരമായ. അത് നല്ല തന്നെയാണ്, പൊതുപരീക്ഷ 7ാം ക്ലാസ് ഒക്കെ നല്ല. പക്ഷെ ഇയാൾ കരുതുന്നത് ഇതുകൊണ്ടല്ല ആയി എന്നാണ്. ഇയാള് കരുതുന്നത് ഇൽമു എന്ന് പറഞ്ഞാൽ ഇതാ ഇൽമു എന്നാണ്. അല്ല, ഇൽമു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ബഹറല്ലേ. അപ്പൊ എനിക്കത്ര മതി എന്ന നിലക്ക് ഇൽമിൽ നിന്ന് വിട്ടു നിൽക്കരുത്. വലാരിളംബിൽ ജഹലി ബിൻഹു, അറിവുകേടിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ ഇൽമു പഠിക്കാതിരിക്കരുത്. അങ്ങനെയാണ്. അത് ഈ 3 കാര്യം ഇപ്പൊ നമ്മളിലുണ്ട്. ഒന്ന് ഇൽമു പഠിക്കുന്നതിനോടുള്ള ലജ്ജ, മറ്റൊന്ന് സമയല്ലേ, സമയം പോയതറിയില്ല. ഇൽമു പഠിക്കുന്നതിലെ ലജ്ജയും, അതുപോലെ ഇൽമു അത്ര മതിയെന്ന് വിചാരിക്കലും, പിന്നെ വിവരക്കേടിനോടുള്ള തൃപ്തിയും. നമ്മളൊക്കെ അത് പഠിക്കണ്ട, പഠിച്ചാ കുടുങ്ങും. പഠിച്ച അതിനെ പറ്റി അത് വേണ്ട, വെറുതെ തന്നെ പഠിച്ചാൽ നമ്മൾ കുടുങ്ങും. ഉണ്ടാ ജഹീല് കൊണ്ടിരിളാക. ഇത് വലിയ പ്രശ്നമാണ്, വലിയ തെറ്റാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, വിവരക്കേടുകള് അത് സാരം ഞമ്മക്ക് അറിഞ്ഞുകൂടായിട്ടല്ലേ എന്ന്. ഇനിയൊരു കച്ചവടം ചെയ്യുന്നുണ്ട്, ആ കച്ചവടത്തിന് സക്കാത്ത് വേണോ വേണ്ടേ, വെറുതെ ചോദിക്കണ്ടേ, ചോദിച്ചിട്ട് കൊടുങ്ങും. അതങ്ങനെ പോട്ടെ അല്ല, ഇങ്ങനെ വെക്കുന്നത് ഇത് വലിയ തകരാറാണ്. അതുകൊണ്ട് ഒരിക്കലും അറിവില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അത് നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അറിവില്ലാത്തതിന്റെ മേലിൽ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഇങ്ങനത്തെ സ്ഥലങ്ങളല്ല, അത് വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അറിയില്ല, നമ്മളിപ്പോ ഒരു റോഡിലൂടെ നോ എൻട്രി റോഡിലേക്ക് നമ്മളങ്ങ് കടന്നു വണ്ടിയായിട്ട്. അപ്പൊ അങ്ങോട്ടെത്തും പോലീസുകാരൻ കൈകാട്ടി. അപ്പൊ അവിടെ 500 രൂപ ഫൈനാണ് ആ റോഡിലേക്ക് അങ്ങോട്ട് കയറിയാൽ. സാറേ ഞാൻ അറിയില്ല, ഞാൻ ആ ബോർഡ് കണ്ടിട്ടില്ല. എന്നാ തിരിച്ചു ഓടുന്ന അറിയോ? ഇല്ല മോനെ 500 രൂപ വന്നിട്ട് ഓടുന്ന അറിയും. അപ്പൊ നമ്മൾ അറിവില്ല എന്നുള്ളത് എന്തല്ല, ഒരു കാര്യത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നോ അതിനുള്ള അറിവ് നമ്മൾ നേടിയിരിക്കണം. എന്നിട്ടേ ആ കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പൊതു നിയമം. പിന്നെ ഇന്ന് നമ്മുടെ ഭക്ഷണം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നിസാറ് കരുവമ്പളപ്പില് ഉമ്മാന്റെ അനുജത്യ, ഉമ്മാന്റെ സഹോദരി പേനെടുക്ക് വേണ്ടിയിട്ട് പിന്നെ നിസാറിന്റെ പിന്നീട് മാറ്റി പറയാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കളവ് പറയാൻ പറ്റുമോ? പറ്റില്ല. അന്നേരം പറഞ്ഞ കുറ്റം കിട്ടും. മാറ്റി പറഞ്ഞാൽ ചിലപ്പോ ആ ആ അത് ഇങ്ങനെ പറയാ, 2 വെട്ടിയില് 2 കിലോ കേടുണ്ട്, അപ്പൊ മറ്റേൽ എന്തുണ്ടാവും, അന്നേക്ക് 10 കിലോ കേടുണ്ട് എന്നതാക്ക. അങ്ങനെ പറയാ. 2 കിലോ എന്തുണ്ട്, ഒരു വെട്ടിയിൽ 1 കിലോ ആണ് കേടുള്ളത്. അപ്പൊ ആ നിലക്ക്
അത് കളവ് പറയാൻ പറ്റൂലല്ലോ. പിന്നെ പറഞ്ഞത് കളവാണ്, പറഞ്ഞത് കളവാണ്. അതിൽ സത്യം തന്നെ പറയാ ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബി. പിന്നെ നിസാറിന്റെ ഉമ്മാന്റെ സഹോദരി അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു നമ്മളെ അവരെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നാളെ ഉമ്മാന്റെ ആണ്ടിന്റെ ദിവസമാണ്. പ്രത്യേകം ദുആ ചെയ്യണം. അൻഷാദ് മുത്തലിബിന്റെ അമ്മോശൻ 500 രൂപ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം. SISന്റെ പിന്നെ പാലിയേറ്റീവ് ക്ലാസ് എപ്പോഴാ? ഞായറാഴ്ച അസറിന് ശേഷം സ്ത്രീകൾക്ക് മയ്യത്ത് സ്കരിക്കാനുള്ള പരിശീലനം അല്ലേ, മയ്യത്ത് കുളിപ്പിക്കാനുള്ള പരിശീലനം ഇതൊക്കെ ഉണ്ട്. നാളെ ഞായറാഴ്ച അസറിന് ശേഷം എല്ലാ ആളുകളെയും അറിയിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം. പിന്നെ ഞാൻ പറയാം. അതെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ UK മുഹമ്മദിന്റെ അമ്മോസൻ ഹോസ്പിറ്റലിലാണ്. പിന്നെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാന റബ്ബ് പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു തആല സമ്പൂർണ്ണ ശിഫ, ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. നാസിർ ഖാന്റെ അളിയൻ ഷുഐബിന്റെ ഉമ്മ, അതായത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മകനും കൂടിയാണ്. അവര് അസുഖമാണ്. അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സമ്പൂർണ്ണ ശിഫ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. നമ്മുടെ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഉണ്ട് നമ്മളെ നിങ്ങളാരേനും പറഞ്ഞ നിങ്ങളെ ഭർത്താവുകൾ പിന്നെ ഇവിടെയാണുള്ളത്, ഹോസ്പിറ്റലിലാണുള്ളത്. റഹ്മാനെ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. എന്ത് അസുഖമാണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പിന്നെ നമ്മൾ എഴുതി അറിയിച്ച ആളുകളുണ്ട്. നമ്മൾ ഈ ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്ന പലരും ദുആ ചെയ്യാൻ വേണ്ടി എഴുതി അറിയിച്ചിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശം, ഈമാൻ സലാമത്താകാൻ, അതുപോലെ തന്നെ ചില പ്രയാസങ്ങളുണ്ടത് മാറിക്കിട്ടാൻ വേണ്ടി, ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബറക്കത്തുള്ള ജോലിയുള്ള വിസ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദിക്ർ, നമ്മുടെ ഈ സദസ് പൊയിലൂര് അബ്ദുള്ള മൗലവി മത്തത്ത് എന്ന് പറഞ്ഞ വളരെ നമ്മുടെ പൊയിലൂർ പ്രദേശത്തും പരിസരങ്ങളിലൊക്കെ തന്നെ സാമൂഹിക സാംസ്കാരിക മതരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മത്തത്ത് മൗലവി. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുഴുവൻ സേവനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ എല്ലാ വിഷയങ്ങളിലും സാമൂഹികമായി, സാംസ്കാരികമായി, മതപരമായി, പ്രാസ്ഥാനികമായി എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സിറാജുൽ ഹുദയുടെയും മർക്കസിന്റെയും മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായി ഉണ്ടായിരുന്ന, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കോഴിക്കോട്. ആ ഹോസ്പിറ്റലിൽ വന്നിരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്
ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. അപ്പോൾ അത്രയും വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും അത്രയും വിശാലമായതുകൊണ്ടാണ് ഉസ്താദ് ക്ഷീണമുള്ള ഉസ്താദ് ആയിട്ട് പോലും ഉസ്താദ് അവിടെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചത്. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. റഹ്മാനായ റബ്ബേ, നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹ് നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ചെയ്ത എന്ത് പാപങ്ങളുണ്ടെങ്കിലും നീ മാപ്പാക്കണേ റഹ്മാനെ. അവിടുന്ന് ചെയ്ത എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും എല്ലാം നീ സ്വീകരിച്ച് നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ഇന്ന് നമ്മൾ ചൊല്ലുന്ന ദിക്ർ അദ്ദേഹത്തിനും കൂടി ഹദിയ ചെയ്യുകയാണ്. റഹ്മാന റബ്ബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إلا الله لا إله 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 إلا الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا 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 إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله الله لا إله إلا 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 الله لا إلا الله لا إله إلا الله لا إله إلا الله لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله لا إلا الله لا إله 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 إلا الله إله إلا الله لا 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 إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم استغفر الله العظيم 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 من كل ذنب وأتوب إليه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم